സാറ് ബാംഗ്ലൂർ മറ്റോ വേണം. ഓക്കെ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ട്രാൻസിറ്റ് ആണ്, ഗോചരം. അത് പേജ് നമ്പർ 81 കേട്ടോ, അധ്യായം 14. ഓക്കെ. ഈ ലഗ്നത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകഫലത്തിന് പുറമെ ചന്ദ്രലഗ്നത്തെ അടിസ്ഥാനമാക്കിയുള്ള താൽക്കാലിക ഫലത്തിനാണ് ഗ്രഹചാരഫലം അഥവാ ഗോചരഫലം എന്ന് പറയുന്നത്. ജാതകത്തിൽ ചന്ദ്രൻ നിൽക്കുന്ന രാശിയെ കൂറ്, ജന്മം എന്ന് പറയുന്നു. ജാതകത്തിൽ ചന്ദ്രൻ നിൽക്കുന്ന രാശി അടിസ്ഥാനമാക്കി ഓരോ ഗ്രഹങ്ങളും നിൽക്കുന്ന ഭാവം നോക്കി ഫലം പറയുന്നു. ചന്ദ്രൻ നിൽക്കുന്ന രാശിയിൽ നിന്ന് 3, 6, 10, 11 എന്നീ ഭാവങ്ങളിൽ സൂര്യനും, കൂറിൻ്റെ 1, 3, 6, 7, 10, 11 എന്നീ ഭാവങ്ങളിൽ ചന്ദ്രനും, കൂറിൻ്റെ 3, 6, 11 എന്നീ ഭാവങ്ങളിൽ കുജനും, കൂറിൻ്റെ 2, 4, 6, 8, 10, 11 എന്നീ ഭാവങ്ങളിൽ ബുധനും, കൂറിൻ്റെ 2, 5, 7, 9, 11 എന്നീ ഭാവങ്ങളിൽ വ്യാഴവും, കൂറിൻ്റെ 1, 2, 3, 4, 5, 8, 9, 10, 11, 12 എന്നീ ഭാവങ്ങളിൽ ശുക്രനും, കൂറിൻ്റെ 3, 6, 11 എന്നീ ഭാവങ്ങളിൽ ശനിയും നിൽക്കുന്ന കാലം ജാതകന് ശുഭഫലങ്ങളായിരിക്കും. ശേഷം ഭാവങ്ങളിൽ നിൽക്കുന്ന കാലം അശുഭഫലങ്ങളായിരിക്കും. സാധാരണയായി ഗ്രഹചാരഫലം ചിന്തിക്കുമ്പോൾ പ്രധാനമായി നോക്കാറുള്ളത് ശനിയുടെയും വ്യാഴത്തിൻ്റെയും ഫലത്തെക്കുറിച്ചാണ്. അതായത് ഇതിപ്പോൾ ഒരാളുടെ ജാതകം എന്ന് വിചാരിക്കുക. ഓക്കെ. ഇതൊരാളുടെ ജാതകമെന്ന് വിചാരിക്കാം. ഓക്കെ. D1 ചാർട്ട്. ഈ ഗ്രഹചാരഫലം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗോചരം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരാൾ ജനിച്ച സമയത്തുള്ള പ്രിൻ്റാണ്, ഫോട്ടോ ആണ്, ആകാശത്തിൻ്റെ ഫോട്ടോ. ആ സമയത്ത് ഗ്രഹങ്ങൾ എവിടെ നിൽക്കുന്നു എന്നുള്ള ഫോട്ടോ ആണ് ഈ കാണുന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഈ പ്ലാനറ്റ്സ് ഒക്കെ മൂവ് ചെയ്തല്ലോ, ഇവരവിടെ നിൽക്കുകയല്ല, ഇവർ പിന്നെയും മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. മൂവ് ചെയ്ത് ഇപ്പോൾ അവരൊരു പൊസിഷനിലെത്തിയിട്ടുണ്ടാവുമല്ലോ. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം എവിടെയാണ് ഗുരു ഇവിടെയാണ്. എവിടെയാണ് ശനി? രാഹു എവിടെയാ? ഇവിടെയല്ലേ. കേതു എവിടെയാ? ഇവിടെയാണ്. അതേപോലെ ചന്ദ്രനും കുജനും ബുധനും ഒക്കെ ഓരോരോ പ്ലേസ്മെന്റിലാണ്. ഇതിനെയാണ് ഈ ട്രാൻസിറ്റ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഗ്രഹങ്ങൾ എവിടെ നിൽക്കുന്നു അതിനെയാണ് ട്രാൻസിറ്റ്, ഗോചരം എന്ന് പറയുന്നത്. അത് എന്തിനടിസ്ഥാനപ്പെടുത്തിയാണ് നോക്കുന്നത്? ഈ ജാതകന്റെ ചന്ദ്രനെ വെച്ചിട്ടാണ് നോക്കുന്നത്. അതായത് ലഗ്നത്തിലുള്ള ചന്ദ്രനെ വെച്ചിട്ടാണ് മറ്റ് ഗ്രഹങ്ങൾ നോക്കുന്നത്. അപ്പൊ ഇവിടെ ഗുരു എന്ന് പറയുന്നത് ചന്ദ്രന്റെ എത്രാം സ്ഥാനത്താ? 2-ലാണ്. ശനി എത്രയിലാ? 11-ലാണ്. കേതു എത്രയിലാ? 4-ലാണ്. അതേപോലെ തന്നെ രാഹു എന്ന് പറയുന്നത് 10-ലാണ് അല്ലേ. അങ്ങനെ ചന്ദ്രനെ വെച്ച് ആകാശത്തിലെ പ്ലാനറ്റുകൾ എവിടെ നിൽക്കുന്നു എന്ന് പറയുന്നതിനാണ് ഈ ഗോചരം എന്ന് പറയുന്നത്. അതാണ് ഇതിൽ എഴുതിയേക്കുന്നത്. അതായത് ചന്ദ്രൻ നിൽക്കുന്ന രാശിയിൽ നിന്ന് ഓരോ ഗ്രഹങ്ങളും നിൽക്കുന്നതിനനുസരിച്ച് നമ്മൾ ഫലം പറയും. ചന്ദ്രൻ നിൽക്കുന്ന രാശിയിൽ നിന്ന് 1-ൽ നിന്നാൽ എങ്ങനെ, 2-ൽ നിന്നാൽ എങ്ങനെ, 3-ൽ നിന്നാൽ എങ്ങനെ, 4-ൽ നിന്നാൽ എങ്ങനെ, 5-ൽ, 6-ൽ, 7-ൽ, 8-ൽ, 9-ൽ, 10, 11-ൽ. 12 എവിടെ പോയി? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. 12 ഭാവങ്ങളിലും ഇപ്പോഴത്തെ ഗ്രഹങ്ങൾ നിന്നാൽ എങ്ങനെയാണ് ഫലം എന്ന് പറയുന്നതിനാണ് ഈ ഗോചരം എന്ന് പറയുന്നത്. അപ്പോൾ എന്തിനടിസ്ഥാനപ്പെടുത്തിയാണ്? ചന്ദ്രനെ അടിസ്ഥാനപ്പെടുത്തിയാൽ നമുക്ക് മനസ്സിലായി. ചന്ദ്രന്റെ ഓരോരോ സ്ഥാനങ്ങളിലും ഗ്രഹങ്ങൾ നിന്ന് കഴിഞ്ഞാൽ ഓരോരോ ഫലങ്ങളാണ്. അതാണ് ഇവിടെ കറക്റ്റ്.
ചന്ദ്രൻ ഈ ജാതകന്റെ ജനിച്ച ചന്ദ്രനാണ്, നറ്റാൽ മൂണാണ്. അതെ, ഇപ്പൊ ചന്ദ്രന് വേറെ സ്ഥലത്ത് നിൽക്കുന്നേ. ഇന്നെന്താ നക്ഷത്രം? തൈപ്പൂയ അല്ലേ? അപ്പൊ ഇവിടെ അല്ലേ ചന്ദ്രൻ? കർക്കിടകത്തിലാണ്. ശരി, അപ്പൊ ഇവിടെ ചന്ദ്രൻ നിൽക്കണത് അല്ലേ? ഇവിടെ അല്ലേ ചന്ദ്രൻ നിൽക്കണത്? ഈ പൂയം യോഗികളുടെ നക്ഷത്രം കേട്ടോ, ശനിയുടെ നക്ഷത്രം കൂടിയാണ്. യോഗികളുടെ നക്ഷത്രമായിട്ടാണ് പറയണേ പൂയം. അപ്പൊ ചന്ദ്രൻ ഇവിടെ നിൽക്കണേ. അപ്പൊ ഈ ചന്ദ്രൻ ഈ നറ്റാൽ മൂണിന്റെ 3ലാണ് നിൽക്കുന്നത് സാറേ. നറ്റാൽ മൂണിന്റെ 3ലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. അങ്ങനെ ഓരോ പ്ലാനറ്റും ചന്ദ്രനിൽ നിന്ന് എവിടെ നിൽക്കുന്നു എന്നനുസരിച്ച് നമ്മൾ ഫലം പറയും. ഓക്കെ, അതിൽ പൊതുവായിട്ട് പറയുന്നത് നമ്മുടെ ഈ പഞ്ചാംഗം ഉണ്ടായിരുന്നെങ്കിൽ, പഴയ പഞ്ചാംഗം മതി, ഏത് പഞ്ചാംഗം ആയിക്കോട്ടെ, ആ പഞ്ചാംഗത്തിൽ എൻ്റെ കയ്യിലുണ്ട്. മാതൃഭൂമി പഞ്ചാംഗം ആണെങ്കിൽ ഒരു 38ാമത്തെ പേജ് എടുത്തു കഴിഞ്ഞാൽ, മാതൃഭൂമിയിലാണെങ്കിൽ അതിലും ഉണ്ടാവും. അതായത് ജന്മാദി ദ്വാദശ ഭാവങ്ങളിൽ സൂര്യാദി നവഗ്രഹങ്ങൾ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഫലങ്ങൾ. ആരെങ്കിലും കണ്ടോ? അതിലുണ്ടാവും. കൂറെന്ന് പറഞ്ഞ ഇതാട്ടോ, ചന്ദ്രൻ നിൽക്കുന്ന രാശിയാണ്. അപ്പം ഓരോ രാശിയിൽ നിന്നും ഓരോ ഗ്രഹങ്ങൾ നിന്നാലുള്ള ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് പഞ്ചാംഗത്തിൽ കൊടുത്തിട്ടുണ്ട്. അതിലിപ്പോൾ നമുക്ക് പെട്ടെന്ന് റെഡി ആയിട്ട് നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, അത് ഓർത്തു വെക്കുക. അതായത് പാപഗ്രഹങ്ങൾ ഏതൊക്കെയാ? 2 പാപന്മാർ. ഞാനും കൂടി തെറ്റുമെന്ന് എനിക്ക് തോന്നണേ. ശരി, 2 പാവന്മാരൊക്കെ മന്ദനും കുജനും അല്ലേ? ഇവർ പോസിറ്റീവായിട്ടുള്ള ഫലങ്ങൾ തരുന്നത് ഏതൊക്കെ രാശികളിലായിരിക്കും എന്ന് അറിയോ? ചന്ദ്രന്റെ 3, 6, 11. ഈ ഭാവങ്ങൾക്കൊരു പേരുണ്ട്, ത്രിഷഡായ. അപ്പോൾ പാപന്മാർ 3, 6, 11 നിന്നാൽ നല്ല ഫലങ്ങൾ തരും. മന്ദനും കുജനും ഓർക്കാൻ വേണ്ടി ഇങ്ങനെ പറയണേ. ഇത് തന്നെ പുസ്തകത്തിൽ സാറ് എഴുതിയേക്കുന്നത്. സാറ് ഓരോന്നായിട്ട് സൂര്യൻ എവിടെ നിൽക്കുന്നു, ചന്ദ്രൻ എവിടെ നിൽക്കുന്നു എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇത് ഓർക്കാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. സൂര്യനാ അതെ ക്രൂരൻ. പാപനെ മാറ്റി നമുക്ക് ക്രൂരനെ പറയാം. ഉപജയഭാവങ്ങളിൽ ഇവിടെ ഒരെണ്ണം കൂടി വന്നു, 10 കൂടി വന്നു. ഇത് ഉപജയഭാവങ്ങളാണ്. അപ്പം ഇങ്ങനെ ഓർത്താൽ നമുക്കത് ഓർമ്മയുണ്ടാവും. അല്ലാതെ ഇത് കാണാപ്പാടൊന്നും പഠിക്കാൻ നമുക്ക് പറ്റില്ല. അപ്പം നമ്മൾ നോക്കിയാൽ പാപന്മാർ 3, 6, 11 ത്രിഷടയിലാണ് പോസിറ്റീവ് ഫലങ്ങൾ തരുന്നത്. സൂര്യനാണെങ്കിൽ ഉപജയഭാവത്തില്ല 3, 6, 10, 11. ഇനി മൂണാണെങ്കിലോ, ചന്ദ്രനാണെങ്കിലോ, എന്തായാലും സൂര്യൻ തരുന്നിടത്തൊക്കെ ചന്ദ്രന് പോസിറ്റീവ് റിസൾട്ട് തരും, ഉപജയഭാവങ്ങളിലൊക്കെ തരും. അത് കൂടാതെ 1, 7 കൂടി തരും. 1, 7 കൂടി തരും. ഇല്ലില്ല 9, 1, 7 കൂടി തരും. ഇനി ഓർക്കേണ്ടത് ആരെയാ? ഗുരുവിനാ. ഗുരുവിന്റെ മെയിൻ സ്ഥലങ്ങൾ നമുക്കറിയാലോ ഏതൊക്കെയാന്ന്. 5, 9 2 തരില്ലേ? 11. ഗുരു 2 പോസിറ്റീവായിട്ടുള്ള ഫലം തരും, 5 തരും, 9 തരും. ഈ 11 എല്ലാ പ്ലാനറ്റും പോസിറ്റീവ് റിസൾട്ടാണ് തരുന്നത്. ഗെയിംസ് ആയതുകൊണ്ട് 11 ഏത് പ്ലാനറ്റ് നിന്നാലും ലാഭസ്ഥാനമാണ്. അതെപ്പോഴും പോസിറ്റീവായിട്ടുള്ള റിസൾട്ടാണ് നമുക്ക് തരിക. ഇനി ബുധനില്ലേ, ബുധൻ അല്ല, ഇത്
ഇത് തൃഷഡായ, ഇതും തൃഷഡായ. ഓക്കെ, രവി നിന്ന സ്ഥലങ്ങളെല്ലാം ഉപജയഭാവങ്ങളാണ്. ഉപജയ. ചന്ദ്രൻ നിൽക്കുമ്പോൾ ഉപജയഭാവങ്ങളും വന്നു, അതായത് രവി നിൽക്കുന്ന ഭാഗങ്ങളെല്ലാം വന്നു. അത് കൂടാണ്ട് 1, 7 കൂടി വന്നു. ഗുരു പോസിറ്റീവ് റിസൾട്ട് വരുന്നതാണ് 2, 5, 9, 7, 11. നമ്മൾ മറ്റേ ലഗ്നാല് നോക്കുന്ന പോലെ അല്ല കേട്ടോ, ചന്ദ്രാല് നോക്കുന്നതിൽ, ഈ ട്രാൻസിറ്റിൽ നോക്കുന്നതിൽ വ്യത്യാസമുണ്ട്. ലഗ്നാല് നമ്മൾ നോക്കുകയാണെങ്കിൽ ചന്ദ്രൻ 6 നിൽക്കണമെങ്കിൽ നമ്മൾ അത്ര പോസിറ്റീവ് റിസൾട്ട് പറയില്ലല്ലോ. ഇനി ബുധനാണെങ്കിലോ, ബുധനൊരു ഡ്യുവാലിറ്റി ഉണ്ടെന്ന് ഓർക്കുക, ഡ്യുവാലിറ്റി ഉണ്ടെന്ന്. അപ്പോൾ ഞാനത് ഓർക്കാൻ വേണ്ടി ചെയ്തതാണ്. ഡ്യുവാലിറ്റി ഉള്ളതുകൊണ്ട് 2, 4, 6, 8, 10, 11. ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല, നമുക്ക് ഓർത്തിരിക്കാൻ വേണ്ടി ബുധന് ഡ്യുവാലിറ്റി ഉള്ളത് കാരണം 2ന്റെ ഗുണിതങ്ങൾ ഓർത്തു. അപ്പോൾ നമുക്കതിങ്ങനെ ഓർമ്മ കിട്ടും. 2, 6, 4, 8, 10, 11 എല്ലാവരുടെയും കൂടെ പോസിറ്റീവ് റിസൾട്ടാണ്. ഇനി ശുക്രൻ. ശുക്രൻ 1, 2, 3, 4, 5, 6 തരില്ല, 7 തരില്ല, 8, 9, 10 തരില്ല, 11. ശുക്രൻ തരാത്തത് 6, 7, 10. 12 തരും. 12 ശുക്രൻ ഉച്ചസ്ഥാനം അല്ലേ, 12 ഇത്ര സ്ഥലത്ത് പോസിറ്റീവ് റിസൾട്ട് വരും. 6, 7, 10 തരില്ല. ചിലർ 8 തരില്ല എന്നും പറയുന്നുണ്ട് കേട്ടോ. ചിലർ അങ്ങനെ അഭിപ്രായമുണ്ട്, 8 പോസിറ്റീവ് ആയിട്ടുള്ള ഫലം കിട്ടില്ല എന്ന്. ചന്ദ്രന് 2.5 ദിവസം കഴിയുമ്പോൾ ചന്ദ്രൻ മാറിക്കൊണ്ടിരിക്കില്ല. അതുകൊണ്ട് ഇത് താൽക്കാലിക ഫലങ്ങൾ മാത്രമാണ്. ഗോചരത്തിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് വ്യാഴത്തിനും ശനിക്കും രാഹു കേതുക്കൾക്കുമാണ്. കാര്യം എന്താ? അവരാണ് സ്ലോ മൂവിങ് പ്ലാനറ്റ്സ്. വ്യാഴം എത്ര നാൾ നിൽക്കും ഒരു രാശിയിൽ? 1 വർഷം നിൽക്കും. 1 വർഷം നിൽക്കും. ശനിയോ 2.5 വർഷം നിൽക്കും. രാഹു കേതുക്കളോ 1.5 വർഷം നിൽക്കും. അപ്പൊ ഇവരാണ് എന്ത് ചെയ്യുന്നത്? ലൈഫിലെ മേജർ എവൻസ്, പ്രധാനപ്പെട്ട സംഭവങ്ങളെ മാനേജ് ചെയ്യുന്നത് ഇവരാണ്. ബാക്കി എല്ലാവരും മാനേജ് ചെയ്യുന്നതോ ടെമ്പററി ഇവൻസാണ്, താൽക്കാലിക ഫലങ്ങളെയാണ്. ഇനി ആരെങ്കിലും ബാക്കിയുണ്ടോ? രാഹു കേതുക്കൾ എങ്ങനെ റിസൾട്ട് തന്നെ? രാഹു ആരുടെ റിസൾട്ട് പോലെ ആയിരിക്കും റിസൾട്ട് വരുന്നത്? കറക്റ്റ്. ശനി എങ്ങനെയാണോ റിസൾട്ട് വരുന്നത് അതുപോലെ തന്നെ ആയിരിക്കും രാഹു റിസൾട്ട് വരുന്നത്. അങ്ങനെയാണെങ്കിൽ കേതു ആരെ പോലെ തരും? കുജൻ. ശനിവത് രാഹു, കുജവത് കേതു. ശനി തരുന്ന അതേ റിസൾട്ടായിരിക്കും സർപ്പി തരുന്നത്. കുജൻ തരുന്ന അതേ റിസൾട്ടായിരിക്കും ശിഖി തരുന്നത്. ഓക്കെ. ഇനി ഇവർ ഓരോ സ്ഥലത്ത് നിന്നുള്ള റിസൾട്ടുകളുണ്ട്. ഒരുപാട് വന്നുകൊണ്ട് ഇതിപ്പോൾ നമ്മൾ മൂണിനെ വെച്ചുകൊണ്ട് മാത്രമേ പറഞ്ഞു. മൂണിനെ വെച്ചുകൊണ്ട് ഇപ്പം മൂൺ ശരിക്കും എന്തിനാണ് നമ്മളെ എഫക്റ്റ് ചെയ്യണേ? ശരിക്കും എന്താ മൂൺ? മൈൻഡാണ്. ഇത് മുഴുവൻ ബാധിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കേരളത്തിൽ അങ്ങനെയല്ല പറയുന്നത്, കേരളത്തിൽ ഇത് വെച്ചിട്ടാണ് എല്ലാം പറയുന്നത്. പക്ഷേ ഇത് മുഴുവൻ ബാധിക്കുന്നത് നമ്മുടെ മെൻ്റൽ ആയിട്ടുള്ള മനസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. സ്വാഭാവികമായിട്ടും മനസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എഫക്റ്റ് ചെയ്താൽ അത് എന്തിനെ എഫക്റ്റ് ചെയ്യും? ശരീരത്തിന് എഫക്റ്റ് ചെയ്യും. ഓക്കെ. ഇത് മുഴുവൻ മനസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതുമാത്രമല്ല, അപ്പം ഞാൻ പറയാം, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ കുജൻ 8 നിൽക്കുക എന്ന് വിചാരിച്ചോ. അതായത് ചന്ദ്രൻ്റെ 8 നിൽക്കുക. ചന്ദ്രൻ്റെ 8 നറ്റാൽ ചന്ദ്രൻ്റെ ലഗ്നാൽ ചന്ദ്രൻ്റെ 8 കുജൻ നിൽക്കണം. കുജൻ നിന്ന് കഴിഞ്ഞാൽ വറീസ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, മെൻ്റൽ വറീസ് ഒക്കെ ഉണ്ടാവും. കുജൻ ഈ ജാതകൻ്റെ 5ാം ഭാവാധിപനാന്ന് വിചാരിക്കും. അപ്പോൾ ആരെ പറ്റിയുള്ള വറീസ് ആയിരിക്കും ഉണ്ടാവണേ? മക്കളെ പറ്റിയുള്ള വറീസ് ആയിരിക്കും. ഓക്കെ. ഗോചരത്തിൽ എഫക്റ്റ് കുറയും. ജാതകത്തിൽ ഈ പ്ലാനറ്റ് ഭയങ്കര ബെനിഫിഷ്യൽ ആയിട്ടുള്ള പ്ലാനറ്റ് ആണെന്ന് വിചാരിക്കുക. ഗോചരത്തിൽ വരികയാണെങ്കിൽ എഫക്റ്റ് ഒന്ന് ന്യൂട്രലായി പോകും. അതേസമയം ഗോചരത്തിലും ജാതകത്തിലും നല്ലതാണെങ്കിലോ
നല്ലതായിരിക്കും. ഗോചരത്തിലും ജാതകത്തിലും മോശമാണെങ്കിലോ അതോടുകൂടി ഏകദേശം ഒരു തീരുമാനമാവും. എന്നാലും എഫക്റ്റ് ചെയ്യും. ഇല്ല, ശനി ഏഴര ശനി എല്ലാവർക്കും മോശമായിട്ട് പോകുന്നില്ലല്ലോ. എല്ലാവർക്കും മോശമായിട്ട് പോകില്ല ഏഴര ശനി. അതിന് 2 കാര്യങ്ങളും കൂടിയുണ്ട്. എന്തൊക്കെയാണ്? ഒന്ന് ഭിന്നാഷ്ടകവർഗവും സമുദായ അഷ്ടകവർഗവും കൂടി നോക്കണം. അഷ്ടകവർഗത്തിൽ കൂടുതൽ പോയിന്റും ശനിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ശനി കൊണ്ട് അയാൾക്ക് ധനം ഉണ്ടാവുകയേ ചെയ്യുള്ളൂ. അയാളുടെ വർക്ക് കൂടും, വരുമാനം കൂടും, കുറച്ചും കൂടി അതോറിറ്റി കൂടും, എല്ലാം കൂടുകയുള്ളൂ. അതാണ് ചിലർക്ക് ഏഴര ശനി കാലത്തൊക്കെ ചിലർ ഒരുപാട് പണം സമ്പാദിക്കുന്നത്. ഒരുപാട് പേര് ഏഴര ശനി കാലത്തൊക്കെ രക്ഷപ്പെട്ടു പോകും. ചിലർ കിടന്ന് ബുദ്ധിമുട്ടും. അതാണ് വ്യത്യാസം. അപ്പോൾ ഇതാണ് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇതിൻ്റെ പോസിറ്റീവ് റിസൾട്ടും, അതായത് മൂണിൻ്റെ അടുത്ത് നിന്നും ഓരോ പ്ലാനറ്റും ഓരോ പൊസിഷനിൽ നിന്നുള്ള പോസിറ്റീവ് എഫക്റ്റും നെഗറ്റീവ് എഫക്റ്റും ഉണ്ട്. അതെന്ത് ചെയ്യണം? അതിപ്പം ഒന്നെങ്കിൽ അതിലുണ്ട്, ഏതിൽ നമ്മുടെ പഞ്ചാംഗത്തിലുണ്ട്, അല്ലെങ്കിൽ ഞാൻ പറയണമെങ്കിൽ പറയാം. പറയണോ? വായിച്ചാൽ മതിയാ? ഓക്കെ. ജന്മാദി ദ്വാദശ ഭാവങ്ങളിൽ സൂര്യാദി നവഗ്രഹങ്ങൾ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഫലങ്ങൾ. സാറിൻ്റെ ടെക്സ്റ്റിൽ വല്ലതും കൊടുത്തിട്ടുണ്ടോ നോക്കട്ടെ. ഇതിലുള്ളതാണ്, ഇത് പറയണല്ലോ. ഏത്? അല്ല, ഇത് എല്ലാ കാലത്തും ഉള്ളതാണ്. അതായത് ചന്ദ്രനിൽ നിന്ന് ഓരോ ഗ്രഹങ്ങൾ എവിടെ നിന്ന് കഴിഞ്ഞാൽ എന്ത് ഫലം എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇത് ഏത് ജാതകത്തിൽ വേണമെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റാവുന്ന കാര്യമാണ്. ഇപ്പോഴത്തെ പൊസിഷൻ നോക്കുക. ഓക്കെ, അതായത് നേരത്തെ ഞാൻ വരച്ച ജാതകത്തിലാണെങ്കിൽ, ഈ ജാതകത്തിലാണെങ്കിൽ ഇതാണ് ലഗ്നം, ഇത് ചന്ദ്രൻ, ഇവിടെയാണ് ഇപ്പോൾ ഗുരു നിൽക്കുന്നത്, ഇവിടെയാണ് ഇപ്പോൾ മന്ദൻ നിൽക്കുന്നത്. ഇയാൾക്ക് ഗുരുവിൻ്റെയും മന്ദൻ്റെയും ഗോചരം നല്ലതായിരിക്കുമോ മോശമായിരിക്കുമോ? ഈ വ്യക്തിക്ക് ഇയാളുടെ ചന്ദ്രൻ നിൽക്കുന്ന ഇവിടെ. ഓക്കെ, അത് ഏതില്? ലഗ്നാല്. ഗുരു ഇപ്പോൾ ഇവിടെയല്ലേ നിൽക്കണേ? മന്ദൻ ഇവിടെയല്ലേ നിൽക്കണേ? ഗുരു ഇവിടെ നിൽക്കുന്നു, മന്ദൻ ഇവിടെ നിൽക്കുന്നു. കാര്യം എന്താ? ഗുരു എത്രയല്ലേ നിൽക്കണം? ഇതാണ് 1. ഗുരു 2. ഗുരു 2 നിന്നാൽ നല്ലതല്ലേ? 2 നല്ല. ശനി നിൽക്കണ എത്രയല്ല? ശനി 11 നിൽക്കണേ. ശനി 11 നിന്നപ്പം എവിടെ ശനി? ശനി 11 നിന്നാൽ, ആര് 11 നിന്നാലും നല്ലതാണ്. അപ്പോൾ ഇയാളെ സംബന്ധിച്ചിടത്തോളം ഗുരുവും മന്ദനും ഇപ്പം വളരെ പോസിറ്റീവ് റിസൾട്ടായിരിക്കും ഇയാൾക്ക് തരുന്നത്. ഗുരു ജാതകത്തിലും നല്ലതാണെങ്കിലോ? ലഗ്നത്തിൽ തന്നെ ഗുരു ഉള്ള ഒരാളാണെന്ന് വിചാരിക്കുക. അപ്പോൾ കുറച്ചും കൂടി പോസിറ്റീവ് ആവുമല്ലോ. ശനി ഇതേപോലെ നല്ലൊരു പൊസിഷനിലാണ് നിൽക്കുന്നതെങ്കിൽ ശനിയുടെ ഗോചരഫലവും വളരെ നല്ലതായിരിക്കും. ഇങ്ങനെയാണ് ഇത് നോക്കണത് കേട്ടോ. ഏതിൻ്റെ? അല്ലല്ല, അത് നോക്കരുത്. ഏത്? ലഗ്നാൽ അഷ്ടമാണോ എന്നല്ലേ? ഇല്ലില്ല, ട്രാൻസിറ്റ് ലഗ്നം വെച്ച് നോക്കും. ലഗ്നം വെച്ച് നോക്കും ട്രാൻസിറ്റ്. ഞാൻ പറയാം, ഇതിലെടുക്കാം. ഇതിലൊരു കാര്യം ചെയ്തിൽ ഒരു നെഗറ്റീവ് റിസൾട്ട് മാത്രം എഴുതട്ടെങ്കിൽ എഴുതണോ? അല്ല വേണ്ട, വിചാരിച്ച പോലെ അങ്ങ് പോണില്ല. ശരി, പോസിറ്റീവായിട്ടുള്ള കാര്യം മാത്രം പറയാം. ഓക്കെ, അതായത് സൂര്യൻ 3, 6, 10, 11 നിന്നാലാണ് പോസിറ്റീവ് നമ്മൾ പറഞ്ഞത്. 3, 6, 10, 11 നിന്നാൽ സൂര്യൻ 3 നിന്ന് കഴിഞ്ഞാൽ അയാൾക്ക് നല്ല സമ്പാദ്യം ഉണ്ടാവും, നല്ല ആരോഗ്യം ഉണ്ടാവും, നല്ല വിജയം ഉണ്ടാവും എല്ലാ കാര്യങ്ങളിലും. ചന്ദ്രനിൽ നിന്ന് 3 നിന്നാൽ കേട്ടോ. സൂര്യൻ 6 നിന്നാലോ ശത്രുക്കളുടെ വിജയമാണ്. ഓക്കെ, 6 ശത്രുസ്ഥാനം ആയത് കാരണം നല്ല ആരോഗ്യം. കാര്യം 6 നമ്മുടെ രോഗസ്ഥാനം കൂടി കാരണം 6 നിന്ന് കഴിഞ്ഞാൽ അതും ഉണ്ടാവും, അതായത് ഗുഡ് ഹെൽത്തും കൂടി ആയിരിക്കും. 10 നിന്ന് കഴിഞ്ഞാലോ, 10 അറിയാലോ നമ്മുടെ കർമ്മസ്ഥാനമാണ്, അതുകൊണ്ട് സൂര്യൻ അവിടെ നിന്ന് കഴിഞ്ഞാൽ അതും പോസിറ്റീവാണ്. 11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവറോൾ ഗെയിനാണ്. അവിടെ ആരോഗ്യവും
പ്രോപ്പർട്ടിയും ആദരവും ബഹുമാനവും എല്ലാം കിട്ടുന്നത് അവിടെ നിന്നാണ് കിട്ടും. അതേപോലെ ചന്ദ്രൻ 1 നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല കംഫേർട്ടാണ്, നല്ല പോസിറ്റീവായിട്ടുള്ള നമ്മുടെ മാനസികാവസ്ഥയൊക്കെ ആയിരിക്കും. ചന്ദ്രൻ 7 നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റുള്ളവരിൽ നിന്ന്, 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസസാണ്, നമുക്ക് പുറമേയുള്ള ആളുകളാണ്, അവരിൽ നിന്നുള്ള റെസ്പെക്റ്റ് മറ്റു കാര്യങ്ങളും കിട്ടും, ലാഭവും കിട്ടും. മറ്റുള്ളവരുടെ കയ്യിലിരിക്കുന്ന കാശ് നമുക്ക് വരുന്നത് 7-ാം ഭാവത്തിൽ കൂടിയാണ്, വേറൊരാളുടെ കയ്യിൽ നിന്ന് പൈസ വരുന്നത്. 3, 6, 10 നിന്ന് കഴിഞ്ഞാൽ നേരത്തെ പോലെ തന്നെ 3 നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹാപ്പിനെസ്സാണ്, എല്ലാ വരുമാനങ്ങളും എല്ലാ കാര്യങ്ങളും ഉണ്ടാകും. 6 നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരോഗ്യം, ധനം. 10 നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ജോലിയിലുള്ള പുരോഗതി, അതോറിറ്റി, ഫെയിം എല്ലാം. 11 നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോസ്പെരിറ്റി, കംഫർട്ട്, ഗെയിൻ എല്ലാം. ചന്ദ്രൻ 3, 6, 10, 11, 1, 7 നിന്നാൽ. മാഴ്സ് ആണെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ മാഴ്സ് ഒരു പാപനായതുകൊണ്ട് 3, 6, 11 സ്ഥാനങ്ങളിലാണ്. സെയിം എഫക്റ്റ് തന്നെ ആയിരിക്കും, സൂര്യനെ പോലെ തന്നെ ആയിരിക്കും. 3 നിന്ന് കഴിഞ്ഞാൽ ഗെയിൻ, പവർ, വെൽത്ത്. 6 നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ശത്രുക്കളുടെ വിജയം, രോഗങ്ങളിൽ തരണം ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. 11 നിന്ന് കഴിഞ്ഞാൽ അതോറിറ്റിയൊക്കെയാണ്. എന്താണോ ചൊവ്വ റെപ്രസെൻറ്റ് ചെയ്യുന്നത് അതുകൊണ്ടുള്ള ഗുണങ്ങളൊക്കെ കിട്ടുന്ന അർത്ഥം. ഇനി മെർക്കുറി ആണെങ്കിൽ, ബുധനാണെങ്കിലോ, ബുധൻ 2, 4, 6, 8, 10 നമ്മൾ പറഞ്ഞത്. ആ ഡ്യുവാലിറ്റി വെച്ചിട്ട് പറഞ്ഞതേ ഉള്ളൂ, അത് ഓർക്കാൻ വേണ്ടി പറഞ്ഞിട്ട്, അല്ലാണ്ട് ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല, വെറുതെ ഓർക്കാൻ വേണ്ടി പറഞ്ഞത് മാത്രം. 2 ഈ പറഞ്ഞ 2 എന്ന് പറഞ്ഞാൽ ധനസ്ഥാനമാണ്, എല്ലാ തരത്തിലുള്ള ധനവും ബുധൻ കൊണ്ടുവന്ന് തരും. 4 കുടുംബ സുഖം തരും, ഈ ധനവും ഉണ്ടാകും. 6 സക്സസ്, പിന്നെ എന്താണ് ആഭരണങ്ങൾ, സ്വത്തുക്കൾ എല്ലാം കിട്ടും. 8 കുട്ടികൾ ഉണ്ടാവുക, സന്തോഷം, എല്ലാ വിധത്തിലുള്ള നേട്ടങ്ങളും, സക്സസ്. 10 നേരത്തെ പറഞ്ഞ പോലെ തന്നെ വരുമാനം, പ്രൊഫഷൻ, എല്ലാ കാര്യങ്ങളും. വ്യാഴം 2, 5, 7, 9, 11 ഹാപ്പിനെസ്, പിന്നെ ഫാമിലിയിൽ നല്ല സന്തോഷം, സക്സസ് എല്ലാം. 5 കുട്ടികളായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, നമ്മുടെ ബുദ്ധി, പഠനം എല്ലാം. 7 നമ്മുടെ ആരോഗ്യം, സന്തോഷം, സൗഖ്യം എല്ലാം. 9 സക്സസ്, വെൽത്ത്, കുട്ടികൾ ഉണ്ടാവുക, റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ. 11 ആരോഗ്യം, നല്ല ആദരവ്, ധനം, ഇതെല്ലാം തന്നെ. വീനസ് ഓവറോൾ 6, 7, 10 മാത്രമേ മോശമുള്ളൂ. 6 എന്ത് പറ്റും, നമ്മുടെ പേര് ചീത്തയാവാനുള്ള സാധ്യതയുണ്ട്, റെപ്യൂട്ടേഷനൊക്കെ ചീത്തയാവും, ചീത്തപ്പേര് കിട്ടാനുള്ള സാധ്യത എല്ലാം ഉണ്ട്. പിന്നെ വഴക്ക്, കുടുംബത്തിൽ വഴക്കുണ്ടാവാനുള്ള സാധ്യതകളുണ്ട്, ഡിവോഴ്സൊക്കെ ഉൾപ്പെടെ. 7 അതുപോലെ തന്നെ രോഗം വരാൻ സാധ്യതയുണ്ട്, കുടുംബത്തിൽ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്, പിന്നെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ, പേര് ചീത്തയാവാൻ സാധ്യതയുണ്ട്. പിന്നെ 10 ഈ പറഞ്ഞ ഒരുപാട് പ്രശ്നങ്ങൾ, നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരുപാട് സംഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട് ശുക്രൻ. പിന്നെ ശനി 3, 6, 11 ഏറ്റവും പോസിറ്റീവ് ഇത് വരുന്നത്. 3, 6, 11 ശരിക്കും ഇഷ്ടപ്പെട്ട സ്ഥാനങ്ങളാണല്ലോ. അല്ലെങ്കിലും 3 എന്ന് പറഞ്ഞാൽ ഹാർഡ് വർക്കാണ്. 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ സർവീസാണ്. 11 ഗെയിനുമാണ്. ഓക്കെ, ഇതിൽ പറയുന്നത് ഗോചരത്തിൽ നിൽക്കുന്ന ഗ്രഹത്തിൻ്റെ കാരകത്വം. ഓക്കെ, ഗോചരത്തിൽ ഏത് ഗ്രഹമാണോ നിൽക്കുന്നത് ആ ഗ്രഹത്തിൻ്റെ കാരകത്വം. ചന്ദ്രനിൽ നിന്ന് എവിടെയോ ആരും നിന്നോട്ടെ, ആ ഗ്രഹത്തിൻ്റെ കാരകത്വം ആദ്യം ഓർക്കുക. ശുക്രനാണെങ്കിൽ സ്പൗസ്, റിലേഷൻഷിപ്പ്. വ്യാഴമാണെങ്കിൽ വെൽത്ത്, ചിൽഡ്രൻ, അങ്ങനെയുള്ള ആ കാരകത്വം നമ്മൾ ഓർക്കണം. ആ കാരകത്വം, പിന്നെ ആ ഗ്രഹം സ്വക്ഷേത്രമായിട്ടുള്ള ഭാവങ്ങൾ, അതായത് ആ ഗ്രഹം നമ്മളുടെ ലഗ്നാലുള്ള ചാർട്ടിൽ എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു, എന്തെങ്കിലും റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ടാവുമല്ലോ, എന്തിനെങ്കിലും പ്രതിനിധീകരിക്കുമല്ലോ ഈ ഗ്രഹം, അത് എന്തിനെ പ്രതിനിധീകരിക്കും എന്നുള്ളത്. പിന്നെ ആ ഗ്രഹം ഇരിക്കുന്ന ഭാവം, ഇതുമായി ബന്ധപ്പെടുത്തി വേണം നമ്മൾ ഫലം പറയാൻ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരാളുടെ ചൊവ്വ 8 നിൽക്കുന്നു, ചന്ദ്രാൽ 8 നിൽക്കുന്നു, അപ്പോൾ വറീസും പ്രശ്നങ്ങളൊക്കെയാണ്. പക്ഷേ ആ 5 എന്ന് പറയുന്നത് അയാളുടെ 5-ാം ഭാവാധിപനാണെങ്കിൽ അയാൾക്ക് കുട്ടികൾ മൂലമുള്ള പ്രശ്നങ്ങളായിരിക്കും. അത് 7-ാം ഭാവാധിപനായിരുന്നെങ്കിലോ ഭാര്യ മൂലമുള്ള പ്രശ്നങ്ങളായിരിക്കും. അത് 10-ാം ഭാവാധിപനായിരുന്നെങ്കിലോ നമ്മുടെ ജോലി സ്ഥാനത്തുള്ള പ്രശ്നങ്ങളായിരിക്കും. അത് 3-ാം ഭാവാധിപനായിരുന്നെങ്കിൽ സഹോദരങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും. ഓക്കെ, 11-ാം ഭാവാധിപനാണെങ്കിൽ നമ്മുടെ എൽഡർ ബ്രദേഴ്സുമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം. അങ്ങനെ എന്താണോ നമ്മുടെ ജാതകത്തിൽ കാണിക്കുന്നത്, ഏത് ഭാവത്തിനത് പ്രതിനിധീകരിക്കുന്നു, ഏത് ഭാവത്തിൽ ഇരിക്കുന്നു, പിന്നെ ആ ഗ്രഹത്തിൻ്റെ കാരകത്വം എന്താണ്, ഈ 3 കാര്യങ്ങളും ആ റിസൾട്ടിനെ ബാധിക്കും. ഓക്കെ, ഏത് രാഹുകേതുകൾ ശനിയുടെയും കേതുവിൻ്റെയും ഫലം തരും എന്നാണല്ലോ നമ്മൾ പറയണേ. അങ്ങനെ തന്നെ ചെയ്താൽ മതി. അത് എഫക്റ്റ് ചെയ്യും. അത് എവിടെ ഇരിക്കുന്നു എന്നുള്ള വിഷയമുണ്ട്. ഇത് നോക്കണ്ട, രാശിയാധിപത്യം നോക്കണ്ട, എവിടെ ഇരിക്കുന്നു എന്നുള്ളത് അത് എഫക്റ്റ് ചെയ്യും. ഇനിയുള്ളത് 7 ശനി ഒരു രാശി കടക്കാൻ ഏകദേശം 2.5 വർഷം എടുക്കും.
ജാതകന്റെ കൂറിന്റെ അതായത് ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ 12, 1, 2 ഈ സ്ഥാനങ്ങളിൽ കൂടി ശനി ചാരവശാൽ സഞ്ചരിക്കുന്ന കാലത്തെയാണ് ഏഴര ശനി എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന ദിവസമായിരിക്കും. ചന്ദ്രൻ ഇവിടെയാണെങ്കിൽ ഇപ്പം ശനി ഇവിടെയാണ്. ഇത് ഏഴര ശനി ആവുമോ? ഇല്ല, കാര്യം ശനി ഇവിടെയാണല്ലോ. ശനി 1.5 വർഷം കൂടി കഴിയുമ്പോൾ ഇവിടെ വരും. അപ്പോൾ ഏഴര ശനി ആവുമോ? ഏഴര ശനിയാവും. ഈ 2.5 വർഷം ഇവിടെ തന്നെ നിൽക്കും അല്ലേ? അത് കഴിയുമ്പോൾ ഇവിടെ വരും. 2.5 വർഷം ഇവിടെ തന്നെ നിൽക്കും. അത് കഴിയുമ്പോൾ ഇവിടെ വരും. 2.5 വർഷം ഇവിടെ തന്നെ വെക്കും. മൊത്തം എത്ര വർഷം നിന്നു? 7 വർഷമല്ലേ? 7.5 വർഷമല്ലേ? 7.5 വർഷം നിന്നു. ഇതിനെയാണ് ഏഴര ശനി നിൽക്കുന്നത്. ഇത് എന്തിനാസ്പദമാക്കിയാണ്? നമ്മുടെ ചന്ദ്രൻ എവിടെ നിൽക്കുന്നു എന്ന് ആശ്രയിച്ച്, നമ്മുടെ ജാതകത്തിൽ ചന്ദ്രൻ എവിടെ നിൽക്കുന്നു അതിൻ്റെ 12ലും 2ലും നിൽക്കുന്നിടത്തും ശനി വന്നു കഴിഞ്ഞാൽ അതിനെ ഏഴര ശനി എന്ന് പറയുന്നു. ഓക്കെ, ഇതിൽ ഏറ്റവും എഫക്റ്റ് കൂടുതൽ എപ്പോഴായിരിക്കും? ചന്ദ്രൻ നിൽക്കുന്നിടത്ത് തന്നെ ശനി വന്നു കഴിഞ്ഞാലായിരിക്കും ഏറ്റവും കൂടുതൽ എഫക്റ്റ് വരുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾ തുടങ്ങും, ഇവിടെ അതിൻ്റെ പീക്ക് എത്തും, പിന്നെ ഇവിടുന്ന് ആ എഫക്റ്റ് ഒന്ന് കുറഞ്ഞു തുടങ്ങും. എഫക്റ്റ് ഒന്ന് കുറഞ്ഞു തുടങ്ങും. നമ്മൾ അതുമായിട്ട് ശീലമായി നടത്തും, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അതിനനുസരിച്ച് എഫക്റ്റ് കുറയും, പക്ഷെ ബാധിക്കും. ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സാണല്ലോ, മനസ്സാണ്. ശനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെസ്, സ്ട്രെയിൻ എല്ലാമാണ്. സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സ് മെൻ്റൽ സ്ട്രെസ്സും സ്ട്രെയിനും എടുക്കും. ചിലപ്പോൾ ശനി മൂലമുള്ള നേട്ടങ്ങൾ ഉണ്ടാകാം, വരും. അത് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പം ചന്ദ്രൻ ഒരാളുടെ ഇവിടെയാന്ന് വിചാരിക്കും. ഓക്കെ, ഒരാളുടെ ചന്ദ്രൻ ഇവിടെയാണ്. ശനി ഇവിടെ വരുമ്പോൾ അയാൾക്ക് ഏഴര ശനിയായി, ഇവിടെ വരുമ്പോൾ ഏഴര ശനിയായി, ഇവിടെ വരുമ്പോഴേ ഏഴര ശനിയായി. ഏറ്റവും കൂടുതൽ പ്രശ്നം എവിടെ വരുമ്പോഴായിരിക്കും? ശനി ഇവിടെ വരുമ്പോഴായിരിക്കും. കാര്യം എന്താണെന്നറിയോ? ഇത് ശനിയുടെ സ്വക്ഷേത്രമാണ് അല്ലേ? അവിടെ ശനി വലിയൊരു വന്ന് പോവും, നേരത്തെ പറഞ്ഞ പോലെ. ഇത് ആരുടെ ക്ഷേത്രമാണ്? ഗുരുവിൻ്റെ ക്ഷേത്രമാണ്. അതുകൊണ്ടും ശനി ഒരുമാതിരി അഡ്ജസ്റ്റ്മെൻറ്റിലങ്ങ് പോകും. ഇവിടെ വരുമ്പോൾ ശനിക്ക് എന്ത് സംഭവിക്കും? കുജൻ്റെ ക്ഷേത്രമാണ്. ഒന്നാമത് ശനിക്ക് കുജൻ പറ്റില്ല, രണ്ടാമത് ഇവിടെ ശനി നീചത്തിലുമാണ്. അപ്പം ഇയാളെ സംബന്ധിച്ചിടത്തോളം, അതായത് മീനൻ രാശിയിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം, പൂരിട്ടാതി, ഉത്രട്ടാതി, പൂരിട്ടാതി, രേവതിയൊക്കെ ഇല്ലേ, അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം അവർക്ക് ഏഴര ശനിയാണ്. പക്ഷേ അത് കാഠിന്യം കൂടാൻ പോകുന്നത് ചന്ദ്രൻ ഇങ്ങോട്ട് മാറുമ്പോഴായിരിക്കും. ഇപ്പോഴും ഇവർ അനുഭവിക്കുന്നുണ്ടാവും. എന്ത്? അവർക്ക് മാനസിക പ്രശ്നവും കാര്യങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ടാവും, ഇല്ലെന്ന് പറയുന്നില്ല. എന്നാൽ പോലും കൂടുതൽ എഫക്റ്റ് വരുന്നത് ഇവിടെ വരുമ്പോഴായിരിക്കും. അതുപോലെ തന്നെ ഇപ്പം ഈ ഉത്രട്ടാതി, പൂരിട്ടാതി, രേവതി നക്ഷത്രത്തിൽ ജനിച്ച ആളുകളുടെ അമ്മമാരുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് അറിയോ? ഇപ്പോൾ ശനി ഇവിടെയാണല്ലോ. ശനി ആരെ എഫക്റ്റ് ചെയ്യും? ഇവരുടെ അമ്മമാരെ എഫക്റ്റ് ചെയ്യും. ഇവരുടെ ജാതകൻ്റെ അമ്മേനെ. ഒന്നുമില്ല, ചന്ദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാതകൻ്റെ അമ്മയാണ്. ശനിയാണ് എഫക്റ്റ് ചെയ്യണത്. ശനി തീർച്ചയായിട്ടും ജാതകൻ്റെ അമ്മക്ക് സ്ട്രെസ്, സ്ട്രെയിനും കൊടുക്കും, അല്ലെങ്കിൽ വാദസംബന്ധമായ രോഗങ്ങൾ ഉണ്ടാക്കും. ഉറപ്പുള്ള കേസാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സ്വക്ഷേത്രമൊക്കെ ആണെങ്കിൽ, മിത്രക്ഷേത്രമൊക്കെ ആണെങ്കിൽ ഒരു മൈൽഡൊക്കെ ആയിട്ട് പോകും. അങ്ങനെ പൂർണ്ണമായിട്ടുള്ള എസ്കേപ്പ് ഒന്നുമില്ല. പക്ഷേ ശത്രുക്ഷേത്രത്തിൽ വരുമ്പോൾ അത് കൂടുതൽ മോശമാകും. എല്ലാം തരും, അതിലൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. എന്നാലും കുറച്ച് ഏത് എഫക്റ്റ് ഉണ്ടാവും. എന്നാലും അതൊരു ഫേവറബിൾ രാശിയാണ്. അതുകൊണ്ട് ശനി അതിനനുസരിച്ചേ നിൽക്കുള്ളൂ. ഓക്കെ, അതേസമയം ജാതകന് ശനി പോസിറ്റീവും കൂടിയാണെങ്കിൽ പിന്നെയും കുറച്ചും കൂടി ഫേവറബിളായി. അതേസമയം ആ രാശിയിൽ ശനിക്ക് കൂടുതൽ പോയിന്റ് കിട്ടുന്നുണ്ട്, ഭിന്നാഷ്ടവർഗം കൂടുതൽ കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെയും പോസിറ്റീവായി. സമുദായ ഇഷ്ടവർഗത്തിൽ ആ രാശിക്ക് ബലം കൂടുതലാണെങ്കിൽ പിന്നെയും പോസിറ്റീവായി. വലിയ പ്രശ്നമൊന്നും ഇല്ലാണ്ട് അയാൾ ചിലപ്പം, പക്ഷേ ഈ സ്ട്രെസ്സും സ്ട്രെയിൻ അനുഭവിക്കും. അത് ഏത് തരത്തിലും നമുക്ക് അനുഭവിക്കാം. ഇപ്പം നിങ്ങൾക്ക് ഒരു പുതിയ പ്രൊജക്റ്റ് കിട്ടി, എനിക്ക് ഇപ്പം ശനിയാണ്, പക്ഷേ എനിക്ക് പുതിയ പ്രൊജക്റ്റ് കിട്ടി. ആ പ്രൊജക്റ്റ് കിട്ടുമ്പോൾ ഭയങ്കര സ്ട്രെസ്സും സ്ട്രെയിനാണ്. അത് മുഴുവൻ ഞാൻ അനുഭവിക്കും. പക്ഷേ അൾട്ടിമേറ്റ്ലി
സക്സസ് ആയിരിക്കും. അപ്പോൾ അതെടുക്കേണ്ടി വരും. അത് 2 ആസ്പെക്റ്റാന്ന് മാത്രം. അതായത് ഒന്ന് കഷ്ടപ്പാടും ദുരിതവും മാത്രം, മറ്റേത് കഷ്ടപ്പാടും ദുരിതവും ഒരു പോസിറ്റീവ് റിസൾട്ടിലോട്ട് കൊണ്ടുപോകുക എന്നുള്ളത്. അതനുസരിച്ചിരിക്കും. രണ്ടായാലും എഫക്റ്റ് ഉണ്ടാവും. ഇല്ലില്ല, ശനി കൂടുതൽ ഇതാവുകയുള്ളൂ, വയലൻ്റ് ആവുകയുള്ളൂ. ശനി കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയുള്ളൂ, ശനി കൂടുതൽ മോശമാവുകയുള്ളൂ. ഓക്കെ, ശനി ഇപ്പം ഞാൻ പറയട്ടെ, ശനി ഇവിടെയുള്ള ഒരാൾ, ശനി എന്ന് പറഞ്ഞാൽ എന്താ? ആൽക്കഹോൾ ശനിയാണോ? അല്ലേ? ഒരാളുടെ ശനി ഇവിടെ ഇരിക്കുന്നു, ഒരാളുടെ ശനി ഇവിടെ ഇരിക്കുന്നു. ഇതിൽ ആരായിരിക്കും ആൽക്കഹോൾ കഴിക്കാൻ സാധ്യത? ഇയാളല്ലേ കഴിക്കുകയുള്ളൂ. ഇയാൾ കഴിക്കുമോ? ഇയാൾ കഴിക്കില്ല. ഇയാൾ കൂടുതൽ ഡിസിപ്ലിൻഡ് ആയിരിക്കും. ഇയാൾ പഴയ സ്ക്രിപ്റ്റേഴ്സൊക്കെ പഠിച്ച് നടക്കുന്ന ആളായിരിക്കും. ശനി എന്ന് പറഞ്ഞാൽ വളരെ പഴയതിനൊക്കെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഇയാൾ ഈ പഴയതൊക്കെ പഠിച്ച്, പഴയ സ്ക്രിപ്റ്റേഴ്സൊക്കെ പഠിച്ച് നടക്കുന്ന ആളുകളൊക്കെയാണ്. പക്ഷേ അല്ല, ഇത് ഉച്ചരാശിയല്ലേ ശനിയുടെ? ശനി ഇവിടെ ഉച്ചത്തിലാവണമെന്നറിയോ? 7th പൊസിഷൻ ആയതുകൊണ്ടാണ്. കാര്യം ശനിക്ക് ഈഗോ ഇല്ല, ഈഗോ ഇല്ലാത്തതുകൊണ്ടാണ്. അതേസമയം ഇതൊന്നല്ലേ, ഇത് 7 അല്ലേ? അല്ലേ? ഈ 1 ഈഗോ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് സൂര്യൻ ഇവിടെ എക്സോൾട്ടഡ് ആവുന്നത്. ഇവിടെ ഈഗോ ആവശ്യമില്ല, അതുകൊണ്ടാണ് ശനി ഇവിടെ എക്സോൾട്ടഡ് ആവുന്നത്. സൂര്യൻ ഇവിടെ ഡബ്ലിയാ. കാര്യം 7th സൂര്യൻ ഡബ്ലിയാ. അത് നമുക്ക് അല്ലാണ്ടും എടുക്കാം. അതായത് ഒരു ജാതകത്തിൽ അയാളുടെ 7ാം ഭാവത്തിലാണെങ്കിൽ സൂര്യനാണെങ്കിൽ അതൊരു ഡബ്ലി രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്യണം ശരിക്കും. അപ്പോൾ 1ാം ഭാവത്തിലാണ് ശനിയെങ്കിലോ അയാൾ ഭയങ്കര സെർവിങ് നേച്ചർ ആയിരിക്കും, വളരെ സെർവിങ് നേച്ചറുള്ള ആളായിരിക്കും. അത് ശനി. അപ്പം ഇന്ദിരാഗാന്ധിയുടെ 1ാം ഭാവത്തിൽ ശനിയാ. പക്ഷെ അവരെ പുറമേ നിന്ന് കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും പറയുമോ അവർക്ക് ഇന്റേണൽ കോൺഫ്ലിക്റ്റ് ഉണ്ടെന്ന്? ഭയങ്കര കോൺഫ്ലിക്റ്റ് ഉള്ള ലേഡിയാണ് അവർ. പക്ഷെ പുറമേ നമ്മൾ അയൺ ലേഡിയാണ്. അയൺ എന്തിനാ റെപ്രസെൻറ്റ് ചെയ്യണേ? സാറ്റേൺ ആണ്. ഇന്ദിരാഗാന്ധിയുടെ ഫസ്റ്റ് ഹൗസ് സാറ്റേൺ ആണ്. അത്ര ഉള്ള കാര്യം. ഭയങ്കര ഗ്രേവ് നേച്ചറായി വരും, ഭയങ്കര കോൾഡ് ആയിട്ടുള്ള ആളുകളാണ്. അങ്ങനെയൊന്നും ഇമോഷനൊന്നും ബാധിക്കുകയൊന്നുമില്ല. ഓക്കെ, അപ്പോൾ 7ാം ശനി അങ്ങനെയാണ്. അപ്പോൾ ഒരു ജാതകരെ 7ാം ശനി ആയുസിൻ്റെ ദൈർഘ്യം അനുസരിച്ച് 2 അല്ലെങ്കിൽ 3 തവണ വരുന്നു. കാര്യം ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ ഏകദേശം 29 വർഷം കഴിയണം തിരിച്ച് ശനി ആ പൊസിഷനിൽ വരണമെങ്കിൽ. അതുകൊണ്ട് തന്നെ 29 വർഷം കഴിയുമ്പോൾ ലൈഫിൽ 30 വർഷം കൂടുമ്പോൾ എന്തെങ്കിലും ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവുമെന്നാണ് പറയാറ്. സാറ്റേൺ എവിടെയാണോ നമ്മൾ ജനിച്ച പൊസിഷനിൽ എത്തുമ്പം എന്തെങ്കിലും ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവുമോ അത്രേ, അങ്ങനെ പറയാറുണ്ട്. 30 വർഷത്തിൽ ഒരു തവണ 7ാം ശനി വരുന്നു. ആദ്യം വരുന്ന 7ാം ശനിക്ക് ജാതകൻ്റെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങളെ നൽകുന്നു. അതായത് ഗൃഹനിർമ്മാണം, ഉദ്യോഗത്തിലെ മാറ്റം, വിദേശയാത്ര തുടങ്ങിയവ. പക്ഷെ ഇതെല്ലാവർക്കും ബാധകമാവുമോ? ഇപ്പോൾ ജനിച്ചിട്ട് ഉടനെ ശനിദശ തുടങ്ങിയ ആൾക്ക് ഈ പറഞ്ഞ പോലെ ഉദ്യോഗത്തിൽ മാറ്റമോ വിവാഹമോ വിദേശയാത്രയോ ഒന്നും ഉണ്ടാവണമെന്നില്ല, ഗൃഹനിർമ്മാണമൊന്നും ഉണ്ടാവണമെന്നില്ല. പക്ഷെ ചിലപ്പോൾ അവരുടെ കുടുംബത്തിൽ നടക്കാം. ഇപ്പം എൻ്റെ മോൾക്ക് ശനിദശ തുടങ്ങിയത് ഏകദേശം 5-6 വയസ്സിലെങ്ങാനാണ്. ഞാൻ വീട് വെക്കുന്നത് അവൾക്ക് ശനിദശ തുടങ്ങിയതിന് ശേഷമാണ്. അങ്ങനെ സംഭവിക്കാം. അല്ലാണ്ട് അയാൾ ചിലപ്പോൾ വീട് വെക്കണം എന്നൊന്നുമില്ല. ഉദാഹരണത്തിന് ശനി ഇവിടെ ഇപ്പൊ അയാളുടെ മൂൺ ടോറസിൽ, അതായത് ഇടവത്തില് 15 ഡിഗ്രീസ് ആണെന്ന് വെച്ചോ. അപ്പൊ ഈ അതായത് 1ാം രാശിയിലെ ശനി വരുമ്പോൾ ഫുൾ അയാൾക്ക് കിട്ടുമോ, അവിടെ 15 ഡിഗ്രി വരുമ്പോഴാണോ ശരിക്കും? അതൊരു 2 അഭിപ്രായമുണ്ട്. അതായത് ചിലർ പറയുന്നത് ഭാവം വെച്ച് നോക്കണം എന്നാണ്. ഭാവം വെച്ച് നോക്കണമെങ്കിൽ സാറ് പറഞ്ഞ പോലെ അതിൻ്റെ ഇപ്പുറത്തെ 15 ഡിഗ്രി അപ്പുറത്തെ 15 ഡിഗ്രി മാത്രമല്ല നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ആ ഡിഗ്രി വൈസേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ ഭാവം വെച്ചിട്ടാണെങ്കിൽ. പക്ഷെ പരാശരൻ രാശി വെച്ചിട്ടാണ് പറഞ്ഞത്. അതുകൊണ്ട് രാശി വെച്ച് എടുക്കുന്നതാണ് നല്ലത്. പൊതുവെ അങ്ങനെ എടുക്കാറ്, ഭാവം വെച്ച് എടുക്കാറില്ല. അത് മനസ്സിലായോ? സാർ ഉദ്ദേശം എന്താണ്? ഡിഗ്രി വ്യത്യാസം ഉണ്ടാവുമല്ലോ ചിലപ്പോൾ. 7ാം ശനി കാലത്ത് ജാതകന് ഏറ്റവും അധികം ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് ജന്മത്തിൽ കൂറിൽ ശനി സഞ്ചരിക്കുന്ന കാലത്താണ്. ഏറ്റവും കാഠിന്യം കുറഞ്ഞത് കൂറിൻ്റെ 2ൽ ശനി സഞ്ചരിക്കുന്ന കാലമാണ്. പക്ഷേ അതിന് എക്സെപ്ഷൻ ഉണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ. ഇനി കണ്ടക ശനി ജന്മത്തിൻ്റെ കൂറിൻ്റെ കേന്ദ്ര രാശികളിൽ, അതായത് 4, 7, 10 സഞ്ചരിക്കുന്ന രാശിയെ കണ്ടകശനി എന്ന് പറയുന്നു. കണ്ടകശനിയുടെ ദൈർഘ്യം 2.5 വർഷമാണ്. കണ്ടകശനിയുടെ ഫലങ്ങളും
ഏഴര ശനിയുടെ പോലെ തന്നെ വിഷമം പിടിച്ചതാണ്. കൂറിൻ്റെ 10 കൂടി സഞ്ചരിക്കുന്ന കാലം കാഠിന്യമേറിയതും 7 കൂടി സഞ്ചരിക്കുമ്പോൾ അടുത്ത കാഠിന്യ കുറവും 4 കൂടി ശനി സഞ്ചരിക്കുന്ന കാലം കാഠിന്യം കുറഞ്ഞുമായിരിക്കും. കണ്ടക ശനിക്കാലത്ത് പൊതുവെ അപമാനം, ശിക്ഷ, പ്രയാസങ്ങൾ, അപകടങ്ങൾ, സ്ഥാനഭ്രംശം, കുടുംബാംഗങ്ങളെ വിട്ടുപിരിയൽ, അജ്ഞാതവാസം, പ്രിയമുള്ളവരുടെ വേർപാട്, ശത്രുദോഷങ്ങൾ, പരാജയങ്ങൾ എന്നിവ സംഭവിക്കുന്നു. 4 ശനി സഞ്ചരിക്കുമ്പോൾ കുടുംബ സംബന്ധമായ പ്രശ്നങ്ങൾ, കാര്യം 4ാം ഭാവം റെപ്രസെൻ്റ് ചെയ്യുന്നത് കുടുംബത്തിനെയാണ്. 7 ശനി സഞ്ചരിക്കുമ്പോൾ ഭാര്യ ഭർത്താവുമായുള്ള പ്രശ്നങ്ങൾ, വേർപാട്, അടുത്ത സ്നേഹിതന്മാർ ശത്രുക്കളാവുക തുടങ്ങിയവയും. 10 കൂടി ശനി സഞ്ചരിക്കുമ്പോൾ ഉദ്യോഗത്തിൽ കഷ്ടത, സ്ഥാനഭ്രംശം, ചെയ്യാത്ത കുറ്റങ്ങൾക്ക് ശിക്ഷ അനുഭവിക്കേണ്ടി വരിക, വിദേശങ്ങളിൽ ജോലി മുതലായവയും ഫലമാകുന്നു. അതാണ് കണ്ടകശനി. 4, 7, 10. ഇതും വളരെ സിമ്പിളാണ്. ഒരാളുടെ ചന്ദ്രൻ ഇവിടെയാണെങ്കിൽ 4 എന്ന് പറയുന്നത് ഏതായിരിക്കും? ഇതായിരിക്കും അല്ലേ? 5, 6, 7. ഇത് 7, ഇത് 10. ഇവിടെ ശനി വരുമ്പോൾ കണ്ടകശനി, ഇവിടെ ശനി വരുമ്പോൾ കണ്ടകശനി, ഇവിടെ ശനി വരുമ്പോൾ കണ്ടകശനി. മനസ്സിലായില്ലത്? ഇവിടെയും നമ്മുടെ ചന്ദ്രനാട്ടോ നോക്കണേ, നെറ്റാൾ മൂന്നാണ് നോക്കുന്നത്. 3ൻ്റെ 4 വന്നു കഴിഞ്ഞാൽ കുടുംബത്തെ പ്രശ്നം, കാര്യം 4 റെപ്രസെൻ്റ് ചെയ്യുന്നത് കുടുംബത്തിനെയും കംഫർട്ടിനെയാണ്. 7 വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭാര്യയാണ്, സ്പൗസ്, പിന്നെ നമ്മുടെ റിലേഷൻഷിപ്പ്, ആ പാർട്ട്ണർഷിപ്പ്, ഫ്രണ്ട്സൊക്കെ. 10 വന്നു കഴിഞ്ഞാൽ പ്രൊഫഷൻ. ഇതിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത്, ഏറ്റവും കൂടുതൽ ഡേഞ്ചറായിട്ട് വരുന്നത് ഇതാണ്. ഓക്കെ, 10ലാണ് പ്രൊഫഷനിൽ വരുന്ന, കരിയറിൽ വരുന്ന പ്രശ്നമാണ്. പിന്നെ വരുന്നത് 7ലാണ്, ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ. പിന്നെ വരുന്നത് 4. ഇങ്ങനെയാണ് അതിൻ്റെ പോക്ക് പോകുന്നത്. 10ലെ ശനി ഏറ്റവും പ്രശ്നം, 7ലെ ശനി ഏറ്റവും പ്രശ്നം, അതിൽ കുറവ്, 4 അതിലും കുറവ്. ഉണ്ട്, 8 ദോഷമുണ്ട്. ജാതകന്റെ കൂറിന് 8 സഞ്ചരിക്കുന്ന ശനിയെ അഷ്ടമശനി എന്ന് പറയുന്നു. ഈ സമയത്ത് ജാതകന് ജയിൽവാസം, കോടതി, പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങേണ്ടി വരിക, കഠിനമായ അസുഖങ്ങൾ ഉണ്ടാവുക, നാട് വിട്ടു പോകേണ്ടി വരിക, കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാവുക മുതലായ സംഭവിക്കുന്നതാണ്. അപ്പോൾ 8 ശനി അങ്ങനെയായി. എവിടെയെങ്കിലും ശനി നല്ലതാവുന്നുണ്ടോ? 12 ആദ്യം തന്നെ പോയി, 1 പോയി, 2 പോയി, 4 പോയി, 7 പോയി, 10 പോയി, 8 പോയി. അല്ല, നേരത്തെ നമ്മൾ പറഞ്ഞു ആകെ 3 സ്ഥലത്ത് നല്ലത് തരുന്നുള്ളൂ. 3, 6, 11. 5, 9 വലിയ കുഴപ്പമില്ലാതെ പോകും. പക്ഷെ 5 വന്നാൽ ഈ പറയുന്ന പുത്രന് മക്കളുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും അരിഷ്ടതകൾ ഉണ്ടാവും. 9 എന്ന് പറഞ്ഞാൽ ഭാഗ്യം, ഭാഗ്യസ്ഥാനം അല്ലേ. അത് മാത്രമല്ല 9 ഈ പറയുന്ന പോലെ മക്കളുടെ സ്ഥാനമായിട്ട് പറയും. ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലും വലിയ കുഴപ്പമില്ലാതെ പോകും. മേജർ ഡിഫക്റ്റ് വരുത്തുന്നത് ഈ പൊസിഷനുകളൊക്കെയാണ്. അപ്പം അഷ്ടമശനിയാണെങ്കിലും ജാതകന് എല്ലാ തരത്തിലുള്ള ദുരിതവും തരുന്നു എന്ന് മനസ്സിലാക്കുക. ഇനി വ്യാഴം. ചാരവശാൽ ഒരാളുടെ കൂറിൽ കൂടി, അതായത് ചന്ദ്രൻ നിൽക്കുന്ന രാശി, വ്യാഴം സഞ്ചരിക്കുന്ന കാലവും കൂറിൻ്റെ അഷ്ടമത്തിൽ കൂടി വ്യാഴം സഞ്ചരിക്കുന്ന കാലവും ജാതകന് സകല ദുരിതങ്ങളും അനുഭവിക്കേണ്ടതായി വരുന്നു. തത്സമയത്ത് ജാതകന് ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു. ദൈവാധീനക്കുറവ്, മേലുദ്യോഗസ്ഥരുടെ അപ്രീതി, മനസമാധാനക്കുറവ്, കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കാനുള്ള ശേഷിക്കുറവ്, ബുദ്ധിശൂന്യമായ പ്രവൃത്തികൾ, സ്ഥാനഭ്രംശം എന്നിവ സംഭവിക്കുന്നു. മേൽപ്പറഞ്ഞ ശനി, വ്യാഴം എന്നിവയുടെ ഫലങ്ങൾ ജാതകത്തിൽ അവരുടെ ബലം അനുസരിച്ച് കൂടിയും കുറഞ്ഞു ഇരിക്കും. അതാണ് നേരത്തെ പറഞ്ഞ പോയിന്റ്. ജാതകത്തിൽ ഇവരുടെ ബലം എങ്ങനെ ഇരിക്കും, ഇവർ പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നുള്ള അനുസരിച്ചിരിക്കും ഇവരുടെ ട്രാൻസിറ്റിൽ നമ്മൾ എത്രത്തോളം എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളത്. കുറേയൊക്കെ ന്യൂട്രലായിട്ട് പോകും ജാതകത്തിൽ ബലം ഉണ്ടെങ്കിൽ, ഗോചരത്തിൽ മോശമാണെങ്കിലും. എങ്ങനെ? ചന്ദ്രന്റെയോ? എഫക്റ്റ് എന്തായാലും വരുമല്ലോ, എന്തായാലും വരും. കാര്യം എന്ന് വെച്ചാൽ അമാവാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സണ്ണും മൂണും തമ്മിലൊരു കോമ്പിനേഷൻ വരിക എന്നുള്ളതല്ലേ അല്ലേ? അതെന്തായാലും എഫക്റ്റ് ചെയ്യും, സണ്ണും മൂണും തമ്മിൽ. അതിപ്പോൾ നമ്മുടെ ജാതകത്തിൽ എവിടെ വരുന്നു എന്ന് നോക്കണം. അതായത് നമ്മുടെ ജാതകത്തിൽ ആ 7 മൂന്നിൻ്റെ ട്രാൻസിറ്റ് എന്നല്ല. ഇല്ല, പൗർണമിയുടെ അമാവാസിയുടെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അങ്ങനെ പറഞ്ഞു കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞത് ആ സമയത്ത് 7 നമ്മുടെ ജാതകത്തിൽ വേറെ പ്ലാനറ്റ് നിൽക്കുന്നുണ്ടെങ്കിൽ ആണ് ഞാൻ പറഞ്ഞത്.
അപ്പം അതേപോലെ തന്നെ ശനിയുടെ ട്രാൻസിറ്റ് പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ട്രാൻസിറ്റ് വ്യാഴത്തിൻ്റെ ട്രാൻസിറ്റാണ്. വ്യാഴത്തിൻ്റെ 2 ട്രാൻസിറ്റാണ് മോശമായിട്ട് പറഞ്ഞത്. ഏതൊക്കെയാണ്? 1ഉം 8ഉം. 1ലും 8ലും വ്യാഴം പോകാൻ നേരത്ത് എല്ലാ തരത്തിലുള്ള ദൈവാധീനക്കുറവ്, മേലുദ്യോഗസ്ഥരുടെ അപ്രീതി, മനസമാധാനക്കുറവ്, കാര്യങ്ങൾ തീരുമാനമെടുക്കാനുള്ള ശേഷിക്കുറവ്, ബുദ്ധിശൂന്യമായ പ്രവർത്തികൾ, ഇതെല്ലാം സംഭവിക്കുന്നതാണ് പറയണേ. ഇതാണ് ജാതകവും ട്രാൻസിറ്റ് തമ്മിലുള്ള വ്യത്യാസം. ജാതകത്തിൽ 1ൽ വ്യാഴം നിൽക്കുകയാണെങ്കിൽ നമ്മൾ പോസിറ്റീവായിട്ടല്ലേ പറയുള്ളൂ, നെഗറ്റീവായിട്ട് പറയാറില്ല. പക്ഷേ ഇവിടെ നമ്മളത് നെഗറ്റീവായിട്ടാണ് പറയണത്. ഓക്കെ, ചന്ദ്രനിൽ വ്യാഴം വരുമ്പോൾ നമ്മൾ നെഗറ്റീവ് റിസൾട്ടാണ് പറഞ്ഞത്, പോസിറ്റീവ് റിസൾട്ട് അല്ല. അതെ അതെ അതെ, പോസിറ്റീവ് റിസൾട്ടാണ് പറയേണ്ടത്. കാര്യം കാരകത്വം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടും പോസിറ്റീവ് റിസൾട്ട് തന്നെ. പക്ഷേ ഇതിലിപ്പം പറയുന്നത് മൂണിന് വെച്ചിട്ട് മൂണിൻ്റെ 1ൽ ചന്ദ്രൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണെന്ന് തന്നെയാണ് പറയണത്. പിന്നെ വേറൊരു കേസുണ്ട്, എനിക്ക് തോന്നുന്നു ഈ ഗുരുവിന് ഏത് ഭാവത്തിന് ഇരുത്താനുള്ളൊരു ശേഷി ഉണ്ടല്ലോ, സപ്രസ് ചെയ്യാനുള്ള ഒരു സംഭവമുണ്ട്. ഗുരു എവിടെ നിൽക്കുന്നോ അവിടെ ഒരു ഇരുട്ട് വ്യാപിക്കും എന്നാണ് പറയാറ്. വിളക്ക് കത്തിച്ച് വെച്ച പോലെയാണല്ലോ ഗുരു. അങ്ങനെയാണ്, വിളക്കാണ് ഗുരു എന്ന് പറഞ്ഞാൽ വിളക്കെന്ന് അർത്ഥം. വിളക്ക് കത്തിച്ച് വെച്ചാൽ അതിൻ്റെ ചോട്ടിൽ പ്രകാശം ഉണ്ടാവില്ല. അതുകൊണ്ട് ഗുരു ഏത് ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ ആ ഭാവം നമ്മൾ ഇഗ്നറൻ്റ് ആയിപ്പോൾ നമ്മൾ ശ്രദ്ധിക്കില്ല. ഗുരു ലഗ്നത്തിലുണ്ടെങ്കിൽ അയാൾ ഫിസിക്കൽ ബോഡി ശ്രദ്ധിക്കില്ല. തടി ചിലപ്പോൾ വെക്കാം, ഭയങ്കര വണ്ണം വെക്കാം. എപ്പോഴും വെക്കണമെന്നില്ല. ഗുരു നിൽക്കുന്ന വൃശ്ചിക രാശിയിലാണെങ്കിൽ അയാൾ വണ്ണം വെക്കില്ല, ലഗ്നത്തിൽ തന്നെ ആണെങ്കിലും. എൻ്റെ ലഗ്നത്തിലാണ് വൃശ്ചിക. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൃശ്ചിക രാശി എന്ന് പറയുന്നത് ചൊവ്വയുടെ രാശിയാണ്, അതെന്ന് പറഞ്ഞാൽ ലീനായിട്ടുള്ള രാശിയാണ്. പക്ഷേ ഗുരു നിൽക്കുന്നതുകൊണ്ട് അവർ ലീനാവില്ല, മനസ്സിലായോ? പക്ഷെ അവർ ഹെൽത്ത് ശ്രദ്ധിക്കുകയില്ല. അതുകൊണ്ട് ഹെൽത്ത് റിലേറ്റഡ് ഇഷ്യൂസ് അവർക്ക് ഉറപ്പാണ്. അവർ ഡയബറ്റിക് ആവാം, അവർക്ക് മറ്റേ ലങ്സിൻ്റെ അതായത് കഫക്കെട്ട് മറ്റു പ്രശ്നങ്ങളുണ്ടാകാം, ഫാറ്റി ലിവർ ഉണ്ടാകാം, എല്ലാ പ്രശ്നങ്ങളും വരാം. അവരൊരു കാലത്തും ശ്രദ്ധിക്കില്ല. അവരെ എന്ത് ചെയ്താലും അവർ എക്സസൈസ് ചെയ്യില്ല, ഫിസിക്കൽ കെയർ അവർ എടുക്കുകയില്ല. പക്ഷേ എടുത്തില്ലെങ്കിൽ അത് പ്രശ്നമാണ്. ആ രീതിയിലായിരിക്കാൻ പറയുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്, ഗുരു മൂന്നിട്ട് പോസിറ്റീവായിട്ട് വരികയാണെങ്കിൽ ശരിയാണ്. കാര്യം മനസ്സ് നിയന്ത്രണത്തിലാവും, ജ്ഞാനവും വരും. കാര്യം ഗുരുവും ഗജകേസരി ജ്യോതി പറയുന്നതാണ്, മൂണിൻ്റെയും ഇതിൻ്റെയും ജൂപ്പിറ്ററിൻ്റെ ആസ്പെക്റ്റ് പരസ്പരം ഉണ്ടെങ്കിൽ അവർക്ക് മറ്റുള്ളവരുടെ മനസ്സ് മനസ്സിലാക്കാൻ പറ്റും. ഒന്നാമത് ചന്ദ്രന് മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ട് ചന്ദ്രന് ബേസിക്കലി. അപ്പം ഇവർക്ക് വ്യാഴവും കൂടി ആകുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകളുടെ മനസ്സും കൂടി ഇവർക്ക് നിയന്ത്രിക്കാൻ പറ്റും. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കോമ്പിനേഷനാണത് മൂൺ ജൂപ്പിറ്റർ കോമ്പിനേഷൻ. പക്ഷെ മൂണിൻ്റെ മേളിൽ വ്യാഴം വരാൻ നേരത്ത് അത് പോസിറ്റീവായിട്ട് പറയുന്നില്ല, ഒട്ടും പോസിറ്റീവായിട്ട് പറയുന്നില്ല. 8 ഫോർ എക്സാമ്പിൾ ഈ കർക്കിടക രാശി ഈ ജൂൺ ആവുമ്പോൾ മൂൺ അവിടെ വരുമല്ലോ, ജൂപ്പിറ്റർ അവിടെ വരുമല്ലോ, എക്സോൾട്ടഡ് ആവില്ല. അതെ, ജൂപ്പിറ്റർ എക്സോൾട്ടഡാ. അപ്പൊ എന്നാലും ഒന്നാം ഭാവം ഇപ്പോൾ കർക്കിടകം ചന്ദ്രരാശിയായിട്ടുള്ളവർക്ക് പോസിറ്റീവ് എന്തെങ്കിലും കിട്ടുമോ, അതോ എക്സോൾട്ടഡ് ആയതുകൊണ്ട്? അല്ല, ഇവരുടെ റൂള് പ്രകാരം നെഗറ്റീവ് അല്ലേ പറയണേ. അതായത് ഞാൻ കർക്കിടക കൂറുള്ള ഒരാളാണ് അല്ലേ, കർക്കിടക കൂറുള്ള ഒരാളാണെന്ന് വിചാരിക്കുക. പക്ഷേ ജൂപ്പിറ്റർ ഇങ്ങോട്ട് വരുന്നു, ട്രാൻസിറ്റ് ചെയ്യുമ്പം ചന്ദ്രാൽ 1ൽ വന്നു. ഇവർ പറയുന്നത് വെച്ചിട്ടാണെങ്കിൽ അയാൾക്ക് 1 വർഷം അയാളുടെ പോക്കാം. എക്സോൾട്ടഡ് രാശിയിലായത് കാരണം ശരിയാണ്. എക്സോൾട്ടഡ് ആയിരുന്ന വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. പക്ഷെ എന്നാൽ പോലും ഈ പറയുന്ന പോസിറ്റീവ് റിസൾട്ട് കംപ്ലീറ്റ് കിട്ടില്ല എന്നാണ് ഈ റൂള് പ്രകാരം. നെഗറ്റീവ് എഫക്റ്റ് അത്ര കൂടില്ല. കാര്യം ഇവർ പറയുന്ന പോലെ അവർക്ക് ദൈവാധീനക്കുറവ്, മേലുദ്യോഗസ്ഥരുടെ അപ്രീതി, മനസമാധാനക്കുറവ്, കാര്യങ്ങൾ തീരുമാനം എടുക്കാനുള്ള ശേഷിക്കുറവ്, ഇങ്ങനെയൊന്നും സംഭവിക്കണമെന്നില്ല. കാര്യം എന്താ പറയുക, ഇപ്പോൾ ഞാൻ പറയട്ടെ, ഇപ്പോൾ ശനിയുടെ എഫക്റ്റ് വരുമ്പം ട്രാൻസ്ഫർ ശനിയുടെ എഫക്റ്റാണ്, ശരിക്കും ശനിയുടെ എഫക്റ്റാണ് ട്രാൻസ്ഫർ. അപ്പോൾ ഒരാൾക്ക് നെഗറ്റീവ് ഉണ്ട്, പോസിറ്റീവ് ഉണ്ട്. അപ്പോൾ ഒരാൾക്ക് വേണമെങ്കിൽ പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ കിട്ടാം, അത് ശനിയുടെ നെഗറ്റീവ് എഫക്റ്റാണ്. ഒരാൾക്ക് പ്രൊമോഷൻ ട്രാൻസ്ഫർ കിട്ടാം, അത് ശനിയുടെ പോസിറ്റീവ് എഫക്റ്റാണ്. രണ്ടായാലും ട്രാൻസ്ഫർ അയാൾക്ക് വരും, അയാൾ നിന്ന സ്ഥലത്ത് നിന്ന് മാറേണ്ടി വരും. രണ്ട് മാനസികാവസ്ഥയാണ്. ഒരിടത്ത് സന്തോഷത്തോടു കൂടി നമ്മൾ പോണത്, കാര്യം ഞാൻ പ്രൊമോഷനായി, മറ്റേടത്ത് അയാൾ വിഷമത്തോടു കൂടിയാണ് പോണത്. പ്ലാനറ്റ് എന്തായാലും എഫക്റ്റ് ചെയ്യും. പിന്നെ അത് എങ്ങനെ നമ്മളെ ബാധിക്കും, നമ്മുടെ മാനസികമായിട്ടുള്ള രീതിയിൽ എങ്ങനെ ബാധിക്കും എന്നുള്ള വ്യത്യാസം മാത്രമേ ഉണ്ടാവുള്ളൂ. അത് മാത്രമല്ല, ഈ ട്രാൻസിറ്റിൻ്റെ എഫക്റ്റ് ഫുള്ള് കിട്ടണമെങ്കിൽ ഇവരുടെ ദശയും കൂടി നോക്കണം, മഹാദശയും അന്തർദശയും കൂടി നോക്കണം. ആ ഒരു പ്രോമിസും കൂടി ഉണ്ടാകണം. അപ്പോൾ വ്യാഴം എവിടേക്കാണ് മോശം? 1ലും 8ലുമാണ് മോശം എന്ന് പറയണത്. 8ൽ നിൽക്കുന്ന വ്യാഴത്തിന് പൊതുവേ മോശമായിട്ടാണ് പറയാറ്. പക്ഷേ ലേൺഡ് ആയിട്ടുള്ള വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആസ്ട്രോളജേഴ്സിൻ്റെയൊക്കെ 8ൽ വ്യാഴമാണ്. ബി വി രാമൻ്റെയും കെ എൻ റാവു സാറിൻ്റെയൊക്കെ 8ലാണ് നിൽക്കുന്നത്, വ്യാഴം നിൽക്കുന്നത്. അവർ കാര്യം 8 എന്ന് പറഞ്ഞ ഒരു സീക്രട്ട് നോളേജിൻ്റെ ഒരു രാശിയാണ്. എനിക്കറിയില്ല, ആയിരിക്കും.
കാര്യം അത് ഒരു വിസ്ഡത്തിൻ്റെ ഒരു രാശിയാണ്, വളരെ സീക്രട്ട് ആയിട്ടുള്ള നോളേജ് ഉള്ള രാശിയാണ്. അപ്പോൾ അവിടെ വ്യാഴം പോയി നിന്ന് കഴിഞ്ഞാൽ വ്യാഴത്തിന് അങ്ങനെ ഡയറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വ്യാഴം അതിലോട്ട് പോകും, എന്തിലോട്ട് പോകും, ഈ ഒക്കൾട്ട് ആയിട്ടുള്ള നോളജിലോട്ട് പോകും. അതേസമയം വ്യാഴത്തിന് നേരെ മാറ്റി തിരിച്ചു വെച്ചിട്ട് ഈ പറയുന്ന പോലെ 8ൻ്റെതായ വേറെ നെഗറ്റീവ് റൂട്ടുകളുണ്ട്, അങ്ങോട്ട് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നാശത്തിൽ അവസാനിക്കും. കേന്ദ്രങ്ങളിൽ കൂടി പാപികൾ സഞ്ചരിക്കുന്ന കാലവും ദുസ്ഥാനങ്ങളിൽ കൂടി ശുഭന്മാർ സഞ്ചരിക്കുന്ന കാലവും ദോഷഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു. അതായത് ഗ്രഹങ്ങളുടെ കാരകത്വം അനുസരിച്ച് കേന്ദ്രങ്ങളിൽ കൂടി പാപികൾ സഞ്ചരിക്കുന്ന കാലവും ദുസ്ഥാനങ്ങളിൽ കൂടി ശുഭന്മാർ സഞ്ചരിക്കുന്ന കാലവും ദോഷഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു. 470 അല്ലേ? ചന്ദ്രകേന്ദ്രമാണ്. ഇതിൽ മുഴുവൻ ചന്ദ്രനെ പറഞ്ഞേക്കണേ, ലഗ്നത്തിന് ഇതിൽ തൊട്ടിട്ടില്ല. ഓക്കെ, ഒരു ജാതകത്തിൻ്റെ ചന്ദ്രസ്ഫുടം അനുസരിച്ച് അതിൻ്റെ 90 ഡിഗ്രി, 180 ഡിഗ്രി, 270 ഡിഗ്രി, അതായത് 4, 7, 10 ഈ പറഞ്ഞേക്കണത്. 4-ാം ഭാവം, 8-ാം ഭാവം, അല്ല 7-ാം ഭാവം, 10-ാം ഭാവം, അതാണ് 90 ഡിഗ്രി, 150 ഡിഗ്രി, 270 ഡിഗ്രി എന്ന് പറഞ്ഞേക്കണത്. ഇവിടെ കൂടി പാപികൾ സഞ്ചരിക്കുന്ന കാലം ജാതകന് ദോഷഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു. ചന്ദ്രൻ എവിടെ നിൽക്കുന്നു അതിൻ്റെ 4, 7, 10 കൂടി പാപന്മാർ സഞ്ചരിക്കുമ്പോൾ ദോഷഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു. ഇവ കേന്ദ്രസ്ഥാനങ്ങളിൽ ചന്ദ്രൻ്റെ അതേ സ്ഫുടത്തിൽ വരുന്ന സമയം അവിടെ ആയിരിക്കും ഏറ്റവും കൂടുതൽ നെഗറ്റീവ് റിസൾട്ട്. അതായത് ചന്ദ്രൻ ഒരു രാശിയിൽ 10 ഡിഗ്രിയിൽ നിൽക്കുകയാണെന്ന് വിചാരിക്കുക, 1, 2, അതിൻ്റെ 4-ാം ഭാവത്തിൽ 10 ഡിഗ്രിയിൽ ആ പാപൻ വരുമ്പോഴായിരിക്കും ഏറ്റവും കൂടുതൽ നെഗറ്റീവ് റിസൾട്ട് വരുന്നത്. 4 വരുമ്പോൾ നെഗറ്റീവായി, പക്ഷേ അതിൻ്റെ ഏറ്റവും പീക്ക് ലെവൽ പോകുന്ന അതേ സ്ഫുടത്തിൽ നിൽക്കുമ്പോഴായിരിക്കും. അതിവിടെ അങ്ങനെ ആയിരിക്കും കേട്ടോ. ഇപ്പോൾ 7ാം ശനിയിലും ഈ പറഞ്ഞ പോലെ ചന്ദ്രൻ്റെ മേളിൽ ഈ ശനി ട്രാൻസിറ്റ് ചെയ്യുമ്പോഴായിരിക്കും ഏറ്റവും കൂടുതൽ അവർക്ക് ജന്മശനിയുടെ ദുരിതം അനുഭവിക്കേണ്ടി വരിക. ആ ഡിഗ്രിയിൽ കുറച്ചാൾ നിൽക്കുമല്ലോ, 2.5 കൊല്ലം ഉണ്ടല്ലോ, അപ്പോൾ കുറച്ചാൾ നിൽക്കില്ലേ, അതായിരിക്കും ഏറ്റവും മോശം സമയം. ഒരു ജാതകൻ്റെ കൂറിൻ്റെ 8-ൽ കൂടി ചന്ദ്രൻ സഞ്ചരിക്കുമ്പോഴും 7-ൽ കൂടി കുജൻ സഞ്ചരിക്കുമ്പോഴും 12-ൽ കൂടി രവി സഞ്ചരിക്കുമ്പോഴും 4-ൽ കൂടി ബുധൻ സഞ്ചരിക്കുമ്പോഴും 6-ൽ കൂടി ശുക്രൻ സഞ്ചരിക്കുമ്പോഴും വ്യാഴം, ശനി എന്നിവർ 1-ൽ കൂടി സഞ്ചരിക്കുന്ന കാലവും മോശമായ ഫലങ്ങളെ നൽകുന്നു. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അതായത് ഗ്രഹങ്ങളുടെ കാരകത്വം അനുസരിച്ചുള്ള ദോഷഫലങ്ങൾ ഉണ്ടാകുന്നു. ഇവിടെ എല്ലാം കാരകത്വമുണ്ടോ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഗ്രഹങ്ങളുടെ ഗോചര വേദസ്ഥിതി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ചന്ദ്രൻ്റെ ഇന്നത്തെ പൊസിഷനുകളിലാണ് ഇവർ നിൽക്കുന്നത്. ചില പൊസിഷനിൽ നിന്ന് നല്ലത് തരും, ചില പൊസിഷനിൽ നിന്ന് മോശം തരും നമ്മൾ പറഞ്ഞു. എന്നാൽ പോലും ഈ ഓരോരോ വേദസ്ഥാനങ്ങളുണ്ട്. അതായത് ഒരു ഗ്രഹം ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ നിൽക്കുന്നു, അതിനൊരു വേദസ്ഥാനം എന്ന് പറയും. അതായത് അതിനെ ക്യാൻസൽ ചെയ്യുന്ന ഒരു പോയിന്റ്. ആ വേദസ്ഥാനത്ത് വേറൊരു പ്ലാനറ്റ് വന്ന് നിൽക്കുകയാണെങ്കിൽ ഇത് തരുന്ന പോസിറ്റീവായിട്ടുള്ള ഫലങ്ങളൊന്നും തരില്ല. അതായത് ചാരവശാൽ ഗുണഫലം ചെയ്യുന്ന ഭാവങ്ങൾ ഗോചരം, ദോഷഫലം ഉളവാക്കുന്ന ഭാവങ്ങൾ വേദം. ഗോചരസ്ഥാനത്ത് ഒരു ഗ്രഹം നിൽക്കുമ്പോൾ അതിൻ്റെ വേദസ്ഥാനത്ത് മറ്റൊരു ഗ്രഹം നിന്നാൽ ഗോചരസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹം വേദ്യനായി ഭവിച്ച് യാതൊരു ഗുണഫലവും ചെയ്യാൻ പ്രാപ്തിയില്ലാതാവുന്നു. അതുപോലെ അനിഷ്ടപ്രദമായ വേദസ്ഥാനത്ത് ഒരു ഗ്രഹം നിൽക്കുമ്പോൾ അതിൻ്റെ ഗോചരസ്ഥാനത്ത് മറ്റൊരു ഗ്രഹം നിന്നാൽ ആ വേദം കൊണ്ടുള്ള ദോഷഫലം അനുഭവപ്പെടുകയില്ല. ഓരോ ഗ്രഹത്തിനും വേറെ വേറെ ഗോചരസ്ഥാനങ്ങളും വേദസ്ഥാനങ്ങളും ഉണ്ട്. എന്നാൽ ചില ഗ്രഹങ്ങൾ തമ്മിൽ, അതായത് സൂര്യനും ശനിയും തമ്മിലും ബുധനും ചന്ദ്രനും തമ്മിലും പരസ്പരം വേദ്യമല്ല. അതായത് 2 അച്ഛനും മക്കളും തമ്മിൽ വേദ്യമില്ല. സൂര്യൻ്റെ മകനാണ് ശനി, അതുപോലെ തന്നെ ചന്ദ്രൻ്റെ മകനാണ് ബുധൻ. അവർ തമ്മിൽ വേദ്യമില്ല. ബാക്കി എല്ലാ പ്ലാനറ്റുകളും തമ്മിൽ പരസ്പരം വേദ്യമുണ്ട്. അതിൻ്റെ പൊസിഷൻ ഇതിന് ശേഷം കൊടുത്തിട്ടുണ്ട്, നമുക്ക് വായിക്കാം. ചാരവശാൽ സൂര്യൻ ഗോചരസ്ഥാനത്ത് നിൽക്കുമ്പോൾ ആ സ്ഥാനത്തിന് വിധിച്ചിട്ടുള്ള വേദസ്ഥാനത്ത് ശനി നിന്നാൽ അവർ പരസ്പരം വേദിക്കുന്നില്ല. സൂര്യനെ കൊണ്ടുള്ള ഗോചരഫലവും ശനിയെ കൊണ്ടുള്ള വേദഫലവും യഥാകാലം അനുഭവപ്പെടും. അതുപോലെ ബുധനും ചന്ദ്രനും തമ്മിലും പരസ്പരം വേദിക്കപ്പെടുന്നില്ല. ചന്ദ്രനോ ബുധനോ ഗോചരസ്ഥാനത്ത് നിൽക്കുമ്പോൾ ബുധനോ ചന്ദ്രനോ യഥാക്രമം വേദസ്ഥാനത്ത് നിന്നാൽ അതാത് ഗ്രഹങ്ങളെ കൊണ്ടുള്ള ഗോചരഫലവും വേദഫലവും അനുഭവസിദ്ധമാകുന്നു. ഈ വ്യത്യാസം മറ്റു ഗ്രഹങ്ങൾക്കൊന്നുമില്ല. ചാരവശാൽ ഫലം ചിന്തിക്കുമ്പോൾ ഈ വ്യത്യാസം പ്രത്യേകം ശ്രദ്ധിക്കണം. ദശാഫലവും ചാരവശാലുള്ള ഫലവും ദശാഫലവും രണ്ടും മോശമാണെങ്കിൽ ആ കാലവും അനിഷ്ടപ്രദമായിരിക്കും. അതായത് നമ്മൾ പറഞ്ഞു ട്രാൻസിറ്റ് മാത്രമല്ല ദശാഫലവും കൂടി നോക്കണം എന്ന് പറഞ്ഞു. ദശാഫലവും ട്രാൻസിറ്റ് മോശമാണെങ്കിലാണ് ഏറ്റവും മോശമാവുന്നത്. ഗ്രഹങ്ങളുടെ ഗോചര വേദസ്ഥാനങ്ങൾ, ഗ്രഹം ഗോചര വേദസ്ഥാനങ്ങൾ അത് എഴുതിയിട്ടുണ്ട്, മനസ്സിലായില്ലല്ലോ. അതായത് ഒരാളുടെ അതല്ല സാറേ, ഒരാളുടെ ചന്ദ്രൻ ഇവിടെ നിൽക്കുന്നു വിചാരിക്കുക. ഓക്കെ, അയാളുടെ രവി 1, 2, 3 നിന്നാൽ നല്ലതാണെന്നല്ലേ നമ്മൾ പറയണേ.
മൂന്നിൽ നിന്നാൽ നല്ലതാണ്. പക്ഷേ രവിയുടെ വേദസ്ഥാനം എന്ന് പറയുന്നത് 9. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ 9 ഏതാ? ഇതല്ലേ 9. ഇവിടെ ശനി ഒഴിച്ച് വേറൊരു ഗ്രഹം. ഓക്കെ, ഇപ്പോൾ ബുധൻ നിൽക്കുന്നു. ബുധൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുകൊണ്ടുള്ള ഗുണം അയാൾക്ക് കിട്ടില്ല. 3-ൽ നിൽക്കുന്ന രവി കൊണ്ടുള്ള ഗുണം ഇയാൾക്ക് കിട്ടില്ല. കാര്യം എന്താ? 9-ൽ വേറൊരു പ്ലാനറ്റ് വന്നു. ആ 9, 3 തമ്മിൽ വേദമുണ്ട്. അതുകൊണ്ട് ഇതുകൊണ്ടുള്ള പോസിറ്റീവ് റിസൾട്ട് പോയി. ആരൊഴിച്ച്? ശനി ഒഴിച്ച്. കാര്യം എന്താ? ശനിയും സൂര്യനും തമ്മിൽ വേദം ഇല്ല. ശനി വന്നു കഴിഞ്ഞാൽ ഇയാൾക്ക് സൂര്യനെ കൊണ്ടുള്ള ഗുണവും കിട്ടും, ശനിയെ കൊണ്ടുള്ള ദോഷവും കിട്ടും. അങ്ങനെ. ഓക്കെ, ഇതേപോലെ തന്നെ വേദദോഷം ഇല്ലാത്തത് ചന്ദ്രനും. അത് ചന്ദ്രൻ ഇപ്പോൾ ചന്ദ്രൻ 1-ൽ, അതായത് ഇവിടെ തന്നെ ചന്ദ്രൻ നിൽക്കുന്നു. ഇത് ട്രാൻസിറ്റിലെ ചന്ദ്രൻ. ഓക്കെ, അതിൻ്റെ 5 അതിൻ്റെ വേദസ്ഥാനം. 1, 2, 3, 4, 5 ഇതാണ് വേദസ്ഥാനം. ഓക്കെ, ഇവിടെ ബുധൻ ഒഴിച്ച് വേറെ ഏതെങ്കിലും പ്ലാനറ്റ് ശനി നിൽക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ 1-ൽ ചന്ദ്രൻ നിൽക്കുന്നതുകൊണ്ടുള്ള ഗുണം ഇയാൾക്ക് കിട്ടുമോ? കിട്ടില്ല. കാര്യം ഇതും പരസ്പരം വേദ്യങ്ങളായതാണ്. ഇതുകൊണ്ടുള്ള ഗുണവും കിട്ടില്ല. അല്ലല്ല, ശത്രു മിത്ര ഭേദങ്ങളൊന്നും ഇല്ല ഇവിടെ. വേദസ്ഥാനത്ത് അതെ 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 അവർ തമ്മിൽ മാത്രമേ ഉള്ളൂ പ്രശ്നം. പക്ഷെ കുജനും ശനിയും തമ്മിലില്ല. കുജനും ശനിയും തമ്മിലില്ല. അതെ അതെ, അവർക്ക് 2 മാത്രമേ ഉള്ളൂ. അത് കുറച്ചും കൂടി എളുപ്പം അച്ഛനും മകനും തമ്മിലുള്ള റിലേഷൻ എടുക്കുന്നതാണ്. കാര്യം അവരാണല്ലോ രവിയും മന്ദനുമാണല്ലോ അച്ഛനും. അതുപോലെ ചന്ദ്രനും ബുധനും ഇവർ അച്ഛനും മക്കളും ആണല്ലോ. വേദിക്കുക എന്ന് പറഞ്ഞാൽ മുറിക്കുക എന്നുള്ളത്. ഈ പ്രിൻസിപ്പിൾ ഈ വേദ നക്ഷത്രമൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ സർവ്വതോഭദ്രചക്രം എന്ന് പറഞ്ഞാൽ വേറെ കൺസെപ്റ്റിലോട്ട് പോകണം. അത് വേറെ തന്നെ ഒരു ടൈപ്പ് ഓഫ് സംഭവം. അതായത് ഇതുപോലെ ഇങ്ങനത്തെ കളമല്ല, അങ്ങനെ 9 കളങ്ങളുണ്ട്. ഓക്കെ, 9 കളങ്ങൾ വരച്ചിട്ട് അതിൻ്റെ ഏറ്റവും ഔട്ടറിലായിട്ട് നമ്മൾ ഈ ആ ഈ എഴുതും. അങ്ങനെ സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും ഉൾപ്പെടുത്തും, ദിക്കുകൾ ഉൾപ്പെടുത്തും, പ്ലാനറ്റുകൾ ഉൾപ്പെടുത്തും, പിന്നെ രാശികൾ ഉൾപ്പെടുത്തും. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകുന്നൊരു കൺസെപ്റ്റാണ് സർവ്വതോഭദ്രചക്രം എന്ന് പറയുന്നത്. അത് വെച്ചിട്ട് പ്രഡിക്ഷൻ നടത്താൻ പറ്റും. അപ്പം അതിലാണ് ഈ വേദമൊക്കെ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നത്. ഏതിനെ വേദിച്ചു പോകുന്നൊക്കെ അറിയാൻ പറ്റുന്നത്. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. അപ്പോൾ ഇവിടെ ഇപ്പം നമ്മളത് കാണാതെ പഠിക്കുന്നു എന്ന് മാത്രം. വേദസ്ഥാനവും ഗോചരസ്ഥാനവും വേദസ്ഥാനവും. അപ്പം നമ്മളിപ്പം ഒരു പ്ലാനറ്റിൻ്റെ പോസിറ്റീവ് റിസൾട്ട് ഇപ്പം നമുക്കറിയാം. ക്രൂരന്മാരായിട്ടുള്ള പാപികളായിട്ടുള്ള പ്ലാനറ്റുകൾ 3, 6, 11 നിന്ന് കഴിഞ്ഞാൽ ഗുണം നൽകും നമുക്കറിയാം. സൂര്യൻ എല്ലാം 7ആണോ? നോക്കി, അങ്ങനെ വരില്ലല്ലേ. ചന്ദ്രൻ്റെ നോക്കി 1, 5 അല്ലേ? 1, 5 അല്ലേ? എല്ലാം അങ്ങനെ ഇല്ല. അത് ആ ഒരു കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇവിടെ നമുക്ക് ആകെ ചെയ്യാവുന്നത് നമുക്ക് പോസിറ്റീവ് പ്ലേസ്മെൻ്റ് അറിയാം. ഇപ്പം പാപികളാണെങ്കിൽ 3, 6, 11 വരുന്നു. സൂര്യനാണെങ്കിൽ ഉപജയസ്ഥാനങ്ങൾ വരുന്നു. ചന്ദ്രനാണെങ്കിൽ ഉപജയസ്ഥാനങ്ങളുടെ 1, 7 വരുന്നു. നമ്മൾ മനസ്സിൽ വെക്കുക. ബുധനാണെങ്കിൽ 2, 6, 4, 7, 10 വരുന്നു. നമുക്ക് എല്ലാവർക്കും എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അപ്പം ഏതാണ്? അത് ഗോചരവും വേദവും കൂടി ഒന്ന് വരാൻ പറ്റില്ലല്ലോ. അതിന് മാത്രമല്ലേ ഉള്ളൂ സാറേ? ചന്ദ്രന് മാത്രമേ ഉള്ളൂ. കാര്യം ചന്ദ്രന് 6 വന്നു. ചന്ദ്രന് 6 വന്നപ്പോൾ 6 വേദസ്ഥാനവും കൊടുത്തു. അങ്ങനെ 12 ഫില്ലായി പോയി. പക്ഷെ സൂര്യനൊക്കെ 4 സ്ഥാനങ്ങളേ ഉള്ളൂ. ബുധനും ഗുരുവും ഉണ്ട്. അതിൽ കൂടുതൽ വേദസ്ഥാനങ്ങളൊക്കെ ഉണ്ടല്ലോ. ശുക്രനെ നോക്കിയേ സാറ്, 9 ഉണ്ട്. ശുക്രനെ നോക്കിയേ. ശുക്രന്റെ ഗോചരസ്ഥാനം 1 3 വേദസ്ഥാനമാണ്. അതേപോലെ തന്നെ ശുക്രന്റെ 3 ഗോചരസ്ഥാനം 1 വേദസ്ഥാനമാണ്. അങ്ങനെയുണ്ട്. അങ്ങനെയും വരും. ചന്ദ്രൻ 1-ൽ നിൽക്കുന്ന ഫലം കിട്ടില്ല എന്ന് പറഞ്ഞില്ലേ അവിടെ ശനി നിന്ന്. അപ്പൊ ശനി 5-ൽ നിൽക്കുന്നതുകൊണ്ടുള്ള ഫലവും അത് കട്ട് ചെയ്യും. കട്ടി രണ്ടും കട്ടി ന്യൂട്രലൈസ് ചെയ്ത് കളയും പരസ്പരം.
പിന്നെ പറഞ്ഞ രാഹുകേതുക്കളുടെ ഗോചരവേദങ്ങൾ ചൊവ്വയുടേത് പോലെ തന്നെയാണ്. അതിലെനിക്കൊരു സംശയമുണ്ട് കേട്ടോ. കാര്യം രാഹുവിൻ്റെ ഗോചരഫലം ശനിയുടെ പോലെ അല്ലേ വരണ്ടേ? കേതുവിൻ്റെ ചൊവ്വയുടെ പോലെ അല്ലേ വരണ്ടേ? അത് സാറ് വരുമ്പോൾ ചോദിക്കാം. ഇതിലിപ്പോൾ പറഞ്ഞേക്കുന്ന രാഹുകേതുക്കളുടെ ഗോചരഫലങ്ങൾ ഗോചരവേദങ്ങൾ ചൊവ്വയുടേത് പോലെ തന്നെയാണെന്നാണ് എഴുതിയേക്കുന്നത്. ഓരോ ഗോചരസ്ഥാനത്തിൻ്റെയും നേരെ താഴെ കാണിച്ചിട്ടുള്ള ഭാവമാണ് അതിൻ്റെ വേദസ്ഥാനം. അതുപോലെ തന്നെ വേദസ്ഥാനത്തിൻ്റെയും നേരെ മുകളിലുള്ളത് അതിൻ്റെ ഗോചരസ്ഥാനവും. ഒരു ഗോചരസ്ഥാനത്തിന് ഒരു വേദസ്ഥാനമേ ഉള്ളൂ. അത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ. ഇത്രയുമാണ് ഈ ടെക്സ്റ്റിലുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി നമുക്ക്? ഇനി ഞാൻ എൻ്റേതായ കുറേ സാധനം ഇറക്കാൻ പോവുക. സമയമുണ്ടോ? ഉണ്ട്. ഗുരു ഒന്നിൽ നിന്നാൽ വേദം എഴുതിയുണ്ടോ അതിൽ? എനിക്ക് കാണാനറിയില്ല. വേദമില്ല. ആ പറഞ്ഞ പൊസിഷൻസ് മാത്രമേ ഉള്ളൂ. ഇല്ല 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 ഇല്ല, അത്രേ ഉള്ളൂ. അതായത് ശനിയുടെ ഗോചരസ്ഥാനങ്ങൾ, ശനിയുടെ പോസിറ്റീവ്, ശനിയുടെ അത് അല്ല, ശനിയുടെ പോസിറ്റീവ് ക്യാൻസൽ ചെയ്യുന്ന നെഗറ്റീവുകളാണ് താഴെ കൊടുത്തേക്കണേ. എല്ലാത്തിൻ്റെ അങ്ങനെ തന്നെയല്ലേ? താഴത്തെ നെഗറ്റീവ് ക്യാൻസൽ ചെയ്യാൻ ഇപ്പോൾ ശനി 12-ലാണെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രഹം 3-ൽ നിന്നാൽ അത് വേദം ഉണ്ടാവില്ല. അത് ക്യാൻസലാവും. അപ്പോൾ 7 ശനിയിൽ 12 മാത്രം ക്യാൻസൽ ആവും. അഷ്ടമശനി ക്യാൻസൽ ആവില്ല. മറ്റേ ജന്മശനി ഒന്നും ക്യാൻസൽ ഇല്ല. 12-ൽ ശനി വന്നാൽ മാത്രം 7 ശനിയിൽ ചെറിയൊരു അതിൽ വരണം. 3-ൽ ആള് വരണം. ആള് വരണ്ടേ? ഒരു 30 ദിവസമല്ലേ കിട്ടുള്ളൂ. ചൊവ്വ എത്ര ദിവസം കിട്ടും? രാഹു കേതു വന്നാൽ വേദമുണ്ട്. പക്ഷെ രാഹു കേതു ഒക്കെ വരണ്ടേ? അതെടുക്കും. തിരിച്ചെടുക്കും. ഓക്കെ, ഇത്രയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. ഓക്കെ, ഇനിയാണ് സംഭവം. ഓക്കെ, ഇതിലിപ്പോൾ നമ്മൾ മൂണിനെ കുറിച്ച് തന്നെ ആദ്യം പറയാം. മൂണിൻ്റെ റിസൾട്ട് കിട്ടാത്ത കുറച്ച് കൺസെപ്റ്റ് പറഞ്ഞല്ലേ. ഇപ്പോൾ വേദം എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് പറഞ്ഞു ഇല്ലേ? ഇത് കൂടാണ്ട് വേറെ 2 കൺസെപ്റ്റുകളും കൂടി ഉണ്ട്. അത് നമ്മുടെ ടെക്സ്റ്റിൽ ഇല്ലാത്തതാണ്. അതിലൊന്ന് മൂർത്തി എന്ന് പറഞ്ഞ കൺസെപ്റ്റാണ്. 2 നവതാരയാണ്, താരാസ്. ഓക്കെ, അതായത് ലോഹമൂർത്തി. അതായത് ഒരു ഗ്രഹം ട്രാൻസിറ്റിൽ നൽകുന്ന റിസൾട്ട് നമുക്കറിയണം എന്ന് വിചാരിക്കുക. അതായത് ഒരു ഗ്രഹം ഇപ്പം വ്യാഴം നമുക്ക് റിസൾട്ട് തരാൻ വേണ്ടി പോവുകയാണ്. ഒരു നല്ല പൊസിഷനിലോട്ട് വരികയാണ്, 2-ാം ഭാവത്തിലോട്ട് വരികയാണ്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് നമുക്ക് അറിയണമെങ്കിൽ ആ ഗ്രഹം എപ്പോഴാണ് ആ രാശിയിൽ പ്രവേശിച്ച സമയം നോക്കുക. രാശിയിൽ പ്രവേശിക്കുന്നൊരു സമയമുണ്ടല്ലോ, ആ സമയം നോക്കിയിട്ട് ആ സമയത്ത് ഈ ട്രാൻസിറ്റിലെ മൂണില്ലേ, ട്രാൻസിറ്റിലെ മൂൺ അത് നമ്മുടെ നെറ്റാൽ മൂണിൻ്റെ ഏത് പൊസിഷനിലാണെന്ന് നോക്കുക. ഓക്കെ, എന്നിട്ടാണ് നമ്മൾ ആ ഗ്രഹത്തിൻ്റെ ഫലം ശരിക്കും പറയേണ്ടത്. അങ്ങനെ എഴുതാം. അതായത് നമ്മൾ സാധാരണ കാണുമ്പോൾ നമ്മൾ പറയാം വ്യാഴം 2-ൽ വന്നു, അയാൾക്ക് വളരെ പോസിറ്റീവാണെന്ന് പറയും. അപ്പോൾ പക്ഷേ വ്യാഴം 2-ൽ വന്നാൽ പോസിറ്റീവാണെന്ന് പറയുന്നത് ഒന്നും നമ്മൾ വേദം നോക്കണം. വേദം വരുന്നുണ്ടോ എന്ന് നോക്കണം. വേദം വരുന്നുണ്ടെങ്കിൽ നമുക്ക് ആ റിസൾട്ട് കിട്ടില്ല. രണ്ടാമത്തെ ഒരു കൺസെപ്റ്റാണ് ഈ മൂർത്തി എന്ന് പറയുന്നത്. അതായത് ഇത് എഴുതിയെടുത്തോട്ടെ വേണമെങ്കിൽ, ഒന്നുമില്ല.
ഈ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യാഴം നമുക്കിപ്പോൾ 2 വരുന്നു, 2 ട്രാൻസിറ്റ് ചെയ്യുന്നു. ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ പോസിറ്റീവ് റിസൾട്ടാണ് നമ്മൾ പറയുന്നു. അപ്പോൾ നമ്മൾ വേദമൊക്കെ നോക്കിയപ്പോഴും കുഴപ്പമൊന്നുമില്ല. പക്ഷേ അയാൾക്ക് വേണ്ടത്ര റിസൾട്ട് കിട്ടുന്നില്ല. എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഈ ഗ്രഹം വ്യാഴം ട്രാൻസിറ്റ് ചെയ്തപ്പോൾ, അതായത് ആ ഒരു അയാളുടെ 2ാം ഭാവത്തിലോട്ട് ട്രാൻസിറ്റ് ചെയ്തപ്പോൾ, മൂണിൻ്റെ ഉണ്ടോ പറയണേ, മൂണിൻ്റെ ട്രാൻസിറ്റ് ചെയ്തപ്പോൾ ഈ നമ്മുടെ നെറ്റാൽ മൂണുണ്ടല്ലോ, ആ മൂണുമായിട്ട് ആ ട്രാൻസിറ്റ് ചെയ്യുന്ന സമയത്ത് വ്യാഴം ആ രാശി മാറുന്ന സമയത്ത്, രാശി മാറുമ്പോൾ ട്രാൻസിറ്റിംഗ് മൂൺ എവിടെയാണെന്ന് നോക്കണം. നമ്മുടെ ചന്ദ്രനിൽ നിന്നും ആ സമയത്ത് ചന്ദ്രൻ്റെ പൊസിഷൻ എവിടെയാണെന്ന് നോക്കണം. ചന്ദ്രൻ്റെ പൊസിഷൻ ആ മൂണിൽ നിന്ന് 1, 6, 11 അതിൻ്റെ സ്വർണ്ണമൂർത്തി എന്നാണ് പറയുന്നത്. അതായത് ആ വ്യാഴം ആരാണോ നമുക്ക് റിസൾട്ട് തരേണ്ട വ്യാഴം, അത് ഗോൾഡൻ ഫോമിലായിരിക്കും. അത് ഫുൾ റിസൾട്ട് തരും. പിടി കിട്ടിയോ പറഞ്ഞ? അതേസമയം നമ്മുടെ നെറ്റാൽ മൂണെന്നും ആ മൂൺ, അതായത് ട്രാൻസിറ്റിംഗ് മൂൺ 2, 5, 9 നിൽക്കുന്നതെങ്കിൽ അതൊരു സിൽവർ ഫോമിലായിരിക്കും. അപ്പോൾ അത് നല്ല റിസൾട്ട് തന്നെയായിരിക്കും തരുന്നത്. പക്ഷേ ഹൈലി ഫേവറബിൾ ആവണമെന്നില്ല. അതേപോലെ തന്നെ നെറ്റാൽ മൂണിൽ നിന്ന് ട്രാൻസിറ്റിംഗ് മൂൺ 3, 7, 10 എപ്പോൾ വ്യാഴം ട്രാൻസിറ്റ് ചെയ്ത് നമ്മുടെ 2ാം ഭാവത്തിലോട്ട് വന്നപ്പോൾ അത് കോപ്പർ ആയിരിക്കും. കോപ്പർ ഫോമാണ്. അതൊരു മോശം റിസൾട്ടായിരിക്കും തരുന്നത്. വ്യാഴത്തിന് മാത്രമല്ല, എനി പ്ലാനറ്റ്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു മാത്രം. വ്യാഴം 2 പോകുന്നു എന്നൊരു എക്സാമ്പിൾ പറഞ്ഞു മാത്രം. സൂര്യൻ 3 പോകുന്നു, അങ്ങനെ വേണമെങ്കിൽ വിചാരിച്ചോ. അല്ലെ ശനി 3 പോകുന്നു. ഏത് പ്ലാനറ്റ് ആണെങ്കിലും ആ പ്ലാനറ്റ് അതിൻ്റെ ഫേവറബിൾ രാശിയിലോട്ട് മാറുന്ന സമയത്ത് ട്രാൻസിറ്റിംഗ് മൂൺ നെറ്റാൽ മൂണിൻ്റെ ഈ പറയുന്ന പൊസിഷനുകളിലാണെങ്കിൽ ഈ തരത്തിലുള്ള റിസൾട്ട് ആയിരിക്കും തരുന്നത്. അത് 4, 8, 12 ട്രാൻസിറ്റിംഗ് മൂൺ നെറ്റാൽ മൂണിൻ്റെ 4, 8, 12 അത് അയൺ ഫോമിലായിരിക്കും. അത് വെരി ബാഡ് റിസൾട്ട് ആയിരിക്കും തരുന്നത്. ഏത് വ്യാഴം മോശത്തിൽ പോകുന്നു. ഇത് മോശം മൂർത്തിയാണെങ്കിൽ അവൻ്റെ കാര്യം തീരുമാനമാകും. മൂർത്തി നല്ലതാണെങ്കിൽ അത് ന്യൂട്രലൈസ് ചെയ്യും. അതായത് കുറച്ച് ഫേവറബിൾ ആവും. അതായത് നമ്മൾ ഈ അത്ര ഇഷ്യൂസ് ഉണ്ടാവില്ല. അതേസമയം ട്രാൻസിറ്റ് നല്ലതാണ്, ഗോൾഡൻ ഫോമിലോ സിൽവർ ഫോമിലോ ആണെങ്കിൽ അത് എക്സലൻ്റ് ആയിരിക്കും. അതേസമയം ട്രാൻസിറ്റ് മോശമാണ്, മൂർത്തിയുടെ ഫോമും മോശമാണെങ്കിൽ, അതായത് താമ്രമോ ലോഹമാണെങ്കിൽ അത് വെരി ബാഡ് ആയിരിക്കും, വളരെ മോശമായിരിക്കും. മനസ്സിലായില്ലേ? ഇതാണ് ചിലയിടത്ത് ട്രാൻസിറ്റിൽ നമുക്ക് റിസൾട്ട് കാണാത്തത്. എന്താ കാണാൻ നമുക്ക് മനസ്സിലാവില്ല എന്താ സംഭവിക്കണേന്ന്. പക്ഷേ ഇങ്ങനൊരു സംഗതി കൂടി അതിലുണ്ട്. പിടി കിട്ടിയോ? ആർക്കെങ്കിലും പിടികിട്ടാത്തതുണ്ടോ? കാണിച്ചെന്നോ? പറഞ്ഞെന്നോ? ഒന്നുകൂടി പറയാം. അതായത് ഇതൊരു ചാർട്ടാണെന്ന് വിചാരിക്കുക. കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഓക്കെ, ഇയാളുടെ ചന്ദ്രൻ ഇവിടെയാണ്. ചന്ദ്രൻ അയാളുടെ ജാതകത്തിൽ ചന്ദ്രൻ ഇവിടെയാണ്. അയാൾക്ക് 2 ഗുരു വരികയാണ്. ഗുരു വ്യാഴം ഏത് ട്രാൻസിറ്റിംഗ് ചാരവശാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ചന്ദ്രൻ പോട്ടെ, ഗുരു പോട്ടെ, വേറെ ഏതെങ്കിലും ഒരു പ്ലാനറ്റ് പറയാം. കുജൻ, ചൊവ്വ വരുന്നു. ചൊവ്വ 3 വന്നാൽ നല്ലതാണെന്ന് നമുക്കറിയാലോ. 3 വന്നാൽ നല്ലതാണ്. അപ്പോൾ ചൊവ്വ ഇവിടെ വരികയാണ്. ഓക്കെ, ചൊവ്വ ഇങ്ങോട്ട് പ്രവേശിക്കുമ്പോൾ, ഈ രാശിയിലോട്ട് പ്രവേശിക്കുമ്പോൾ ചന്ദ്രൻ എവിടെയാന്ന് നോക്കുക. ആ സമയത്ത് അതായത് കുജൻ ഇങ്ങോട്ട് ഒക്ടോബർ 1 പ്രവേശിച്ചു, മിഥുനത്തിൽ വന്നു. ആ ഒക്ടോബർ 1 ചന്ദ്രൻ എവിടെയാന്ന് നോക്കുക. ഒക്ടോബർ 1 ചന്ദ്രൻ നിൽക്കുന്നത് ഇവിടെയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഒക്ടോബർ 1 കുജൻ 3 പോയി. അതൊരു നല്ല ട്രാൻസിറ്റാണ്. ഒക്ടോബർ 1 നമ്മൾ നോക്കിയപ്പോൾ ചന്ദ്രൻ, ട്രാൻസിറ്റിംഗ് ചന്ദ്രൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ ലഗ്നാലുള്ള ചന്ദ്രൻ്റെ 11 അപ്പോൾ അത് ഏത് ഫോമിലായി? ഗോൾഡൻ ഫോമിലായി. മനസ്സിലായോ? അപ്പം ഈ കുജൻ ഫുൾ റിസൾട്ട് തരും. 3 ഫേവറബിൾ പൊസിഷനാണ്. ഈ അത് സ്വർണ്ണമൂർത്തിയാണ്. അപ്പോൾ കുജൻ അതിൻ്റെ ഫുൾ റിസൾട്ട് തരും. ഓക്കെ,
ഓക്കെ അല്ലേ? എങ്ങനെ അല്ല, ചാരവശാൽ കുജൻ 3-ൽ വന്നു, ചന്ദ്രന്റെ 3-ൽ വന്നു. അതൊരു നല്ല ട്രാൻസിറ്റ് ആണ്. അപ്പോൾ അതിന്റെ ഫുൾ ഗുണം നമുക്ക് കിട്ടുമോ നമ്മൾ നോക്കുന്നതാ. കുജൻ ഏത് ഫോമിലാണെന്ന് അറിഞ്ഞാൽ. കുജൻ സ്വർണ്ണത്തിലാണെങ്കിൽ, സ്വർണ്ണ ഗോൾഡൻ ഫോമിലാണെങ്കിൽ ഫുൾ റിസൾട്ട് കിട്ടും. സിൽവർ ഫോമിലാണെങ്കിൽ കുഴപ്പമില്ല, റിസൾട്ട് കിട്ടും. അത് കോപ്പർ ഫോമിലാണെങ്കിൽ റിസൾട്ട് മോശമായി. അയൺ ഫോമിലാണെങ്കിൽ വളരെ മോശമായി. ഇതാണ് അതിന്റെ പാറ്റേൺ. അപ്പോൾ ഇത് ഏത് ഫോമിലാണെന്ന് നമുക്ക് അറിയണമല്ലോ. കുജൻ ഏത് ഫോമിലാണെന്ന് അറിയണമെങ്കിൽ ഏത് ഇതിപ്പോ ചന്ദ്രൻ 11-ലാണ്. ചന്ദ്രൻ 8-ലാണെങ്കിൽ അത് മോശമായി. ചന്ദ്രൻ 8-ലാകുമ്പോൾ ഇവിടെ അല്ലേ, 8-ലായി. അപ്പൊ അത് റിസൾട്ട് കിട്ടൂല. ചന്ദ്രാൽ 3-ലാണ്. പോസിറ്റീവ് റിസൾട്ട് തരണം. 8-ല് വന്നു. എപ്പോ വന്നു? ഈ ചന്ദ്രൻ ഇവിടെ പ്രവേശിക്കുമ്പോ, കുജൻ ഇവിടെ പ്രവേശിക്കുമ്പോ ചന്ദ്രന്റെ തന്നെ 8-ലായിരുന്നു. അത് പക്ഷെ സമയം ഉണ്ടാവില്ല സാറേ. ഒരു രാശിയിൽ 2.5 ദിവസം നിൽക്കില്ലേ ചന്ദ്രൻ? അല്ല, ഇന്ന് 1-ാം തീയതി, ഇത്രേ ഉള്ളൂ. ഇന്ന് 1-ാം തീയതി എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ഇന്ന് കുജൻ മാറി, ഇന്ന് കുജൻ മിഥുനത്തിലോട്ട് മാറി എന്ന് വിചാരിച്ചു. ഇന്നിപ്പോൾ ചന്ദ്രൻ എവിടെയാണ് നിൽക്കുന്നത് നോക്കുക. ചന്ദ്രൻ എവിടെയെങ്കിലും നിൽക്കുന്നു, കർക്കിടകത്തിൽ നിൽക്കുന്നു. അത് എൻ്റെ ചന്ദ്രൻ്റെ എവിടെയാണെന്ന് ഞാൻ നോക്കണം. എൻ്റെ ചന്ദ്രൻ്റെ എവിടെയാണെന്ന് നോക്കണം. എൻ്റെ ചന്ദ്രൻ്റെ എവിടെയായിരുന്നു? 4-ലായിരുന്നു. അപ്പോൾ അത് മോശം ട്രാൻസിറ്റാണ്. ഇത് നമുക്ക് ഗുഡ് റിസൾട്ട് തരില്ല, വിചാരിക്കുന്ന റിസൾട്ട് തരില്ല. കാര്യം 3-ലോട്ടാണ്, അതൊരു ഫേവറബിൾ ട്രാൻസിറ്റ് ആണ്. പക്ഷേ ബെനിഫിറ്റ് ഉണ്ടാവില്ല. നമ്മൾ കുജനെ കൊണ്ട് പറയുന്ന ഫലങ്ങളൊന്നും, ഗുണഫലങ്ങളൊന്നും, 3-ൽ കുജൻ നിന്നാലുള്ള ഗുണഫലങ്ങളൊന്നും നമുക്ക് കിട്ടത്തില്ല. ചന്ദ്രൻ മാറിക്കോട്ടെ. ഇല്ല, പ്രവേശിക്കുന്ന സമയത്ത് ഉള്ളതാണ് മാത്രം നോക്കുന്നത്. അല്ല, പ്രവേശിക്കുന്ന സമയം കൊണ്ടാണ് നമ്മൾ അതിൻ്റെ ആ ഗ്രഹത്തിൻ്റെ ഫോം മനസ്സിലാക്കുന്നത്. മനസ്സിലായോ? അതായത് കുജൻ ഇവിടെ പ്രവേശിക്കുമ്പോൾ നല്ല സമയമായിരുന്നു നോക്കുന്നു. അങ്ങനെ വിചാരിച്ചാൽ മതി. ഞാൻ ഈ വീട്ടിൽ കയറുമ്പം നമ്മളങ്ങനെയല്ലേ, നമ്മൾ ഗൃഹപ്രവേശം നടത്തുമ്പോൾ കയറുന്ന സമയത്ത് മാത്രമല്ലേ നല്ല സമയം നോക്കാറുള്ളൂ. പിന്നെ എല്ലാ ദിവസവും നമ്മൾ നല്ല സമയം നോക്കിയിട്ടല്ലല്ലോ വീട്ടിൽ കയറുന്നത്. മനസ്സിലായില്ലേ? ഏതേത് കുജൻ എത്ര നാൾ ഇവിടെ നിൽക്കുന്നു? കുജൻ ആകെ എത്ര ദിവസം നിൽക്കും? 45 ദിവസം നിൽക്കും. ആ 45 ദിവസം കുജൻ ഗോൾഡൻ ഫോമിലായിരിക്കും, നല്ല സ്ഥലത്താണെങ്കിൽ. ഓക്കെ, മോശമാണെങ്കിൽ 45 ദിവസം കുജന് ഫലവും തരാൻ പറ്റില്ല. അത്രേ ഉള്ളൂ. ശനിയൊക്കെ വരുമ്പം മൊത്തത്തിലുള്ള റിസൾട്ട് വരുന്നത്. റിസൾട്ട് എന്തിനെയൊക്കെ ആസ്പെക്ട് ചെയ്തിരിക്കും നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു, ഒന്ന് ഈ പൊസിഷൻ ഏത് രാശിയിലോട്ട് മാറുന്നു എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ വേദം നമ്മൾ നോക്കണം എന്ന് പറഞ്ഞു. പിന്നെ ഫോം നമ്മൾ നോക്കണം എന്ന് പറഞ്ഞു, അല്ലേ? പിന്നെ ഈ കുജൻ, ഈ ജാതകൻ ആരാന്ന് നോക്കണ്ടേ? ഇതെല്ലാം പോയി ഈ കുജൻ ജാതകന് 8-ാം ഭാവാധിപനൊക്കെ ആണെങ്കിൽ പിന്നെ ഈ കഥയൊന്നും പറഞ്ഞിട്ട് എന്താ കാര്യം? ഇതൊക്കെ മനസ്സിലായോ? പിന്നെ ട്രാൻസിറ്റ് ഉപയോഗിക്കാൻ പറ്റിയൊരു എളുപ്പ മാർഗമുണ്ട് കേട്ടോ. അതായത് ഇപ്പം നിങ്ങൾക്കൊരു സംശയം തോന്നണമെന്ന് വിചാരിച്ചോ. അതായത് ഒരാൾ വന്നിട്ട് പറയാണ്, അതിന് മൂർത്തി എന്നാണ് പറയുന്നത്. മൂർത്തി. ഒരാൾ വന്നിട്ട് പറയുകയാണ്, എൻ്റെ കല്യാണം ഒപ്പം നടക്കുമെന്ന് ചോദിക്കുകയാണ്. ഓക്കെ, അപ്പം ഞാൻ നോക്കുമ്പം അയാൾക്ക് വ്യാഴദശയാണ്. വ്യാഴദശയിൽ പൊതുവെ കല്യാണം നടക്കാം. വ്യാഴദശ കല്യാണം നടക്കുമല്ലോ. വ്യാഴം എവിടെ നിന്നാലും വ്യാഴദശ കല്യാണം നടക്കാം. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ വ്യാഴത്തുമായിട്ട് പല കോമ്പിനേഷൻസ് വരുന്നുണ്ട്. വ്യാഴമായിട്ട് ഇപ്പം അയാളുടെ 7-ാം ഭാവാധിപൻ്റെ കോമ്പിനേഷൻ വരുന്നുണ്ട്, അല്ലെങ്കിൽ വ്യാഴമായിട്ട് അയാളുടെ 7-ൽ നിൽക്കുന്ന ഗ്രഹത്തിൻ്റെ കോമ്പിനേഷൻ വരുന്നുണ്ട്. അങ്ങനെ കുറേ കോമ്പിനേഷൻസ് വരുന്നുണ്ടെന്ന് വിചാരിക്കുക. അതായത് ഒരാൾ വരുന്നു, അയാളുടെ ജാതകം കാണിക്കുന്നു. അപ്പോൾ അയാൾക്ക് ഇപ്പം വ്യാഴത്തിൻ്റെ ദശ, അതായത് ജൂപ്പിറ്ററിൻ്റെ ദശയാണ്.
അയാൾക്ക് വരാവുന്ന കോമ്പിനേഷൻ ഇപ്പോൾ മെർക്കുറിയുടെ ഒരു കോമ്പിനേഷൻ അയാൾക്ക് വരുന്നുണ്ട്. മെർക്കുറി അയാളുടെ 7ാം ഭാവത്തിൽ നിൽക്കുന്നു എന്ന് വിചാരിക്കുക. പിന്നെ അയാൾക്കൊരു വീനസിൻ്റെ കോമ്പിനേഷൻ വരുന്നുണ്ട്. വീനസ് 7ാം ഭാവത്തിൽ നിൽക്കുന്നൊന്നുമില്ല, പക്ഷേ 7ാം ഭാവാധിപനാണെന്ന് വിചാരിക്കുക. പിന്നെ നാച്ചുറലി വീനസ് വിവാഹത്തിൻ്റെ കാരകനൊക്കെ ആണല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പം നമുക്കൊരു കൺഫ്യൂഷൻ വന്നു, ഇയാളുടെ കല്യാണം എപ്പോൾ നടക്കും, മെർക്കുറി പറയണോ വീനസിന് പറയണോ എന്നൊരു കൺഫ്യൂഷൻ വന്നു എന്ന് വിചാരിക്കുക. എന്ത് ചെയ്യണമെന്നറിയോ? ഇപ്പോഴത്തെ അയാൾ ആ ചോദ്യം ചോദിക്കുന്ന സമയത്തെ നിലയെടുക്കുക, ഗ്രഹനിലയെടുക്കുക. ഇപ്പോഴാണ് അയാളെ ചോദ്യം ചോദിക്കുന്നതെന്ന് വിചാരിക്കുക. ഇപ്പോഴാണ് അയാൾ ചോദ്യം ചോദിക്കുന്നത്. ആ സമയത്തെ ചാട്ടങ്ങ് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ഇപ്പോഴത്തെ ചാട്ടങ്ങ് പ്രിപ്പയർ ചെയ്യുക. ലഗ്നം എടുക്കുക. ഇപ്പോഴത്തെ ലഗ്നം കിട്ടുമല്ലോ. ഈ ലഗ്നത്തിൽ ഒരു 7ാം ഭാവം ഉണ്ടാവുമല്ലോ. ഇവിടെയാണെങ്കിൽ ഇതാണ് 7ാം ഭാവം അല്ലേ? ഒരു 7ാം ഭാവാധിപൻ ഉണ്ടാവുമല്ലോ. 7ാം ഭാവാധിപൻ ഉണ്ടാവും. 7ാം ഭാവാധിപൻ എവിടെയെങ്കിലും നിൽക്കണം. എവിടെ നിൽക്കണം? എവിടെയെങ്കിലും നിൽക്കട്ടെ. ഈ ദശയില്ലേ, ഇതില് ഈ 2 സാധനങ്ങളില്ലേ, ഈ 2 സാധനങ്ങളിൽ ഈ അന്തർദശയിൽ ആരാണ് ഈ ലഗ്നവുമായി ബന്ധപ്പെട്ട് 7ാം ഭാവത്തിലോ അല്ലെങ്കിൽ 7ാം ഭാവാധിപനായിട്ടോ ബന്ധം വരുന്നത് നോക്കുക. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായില്ല. അതായത് ഈ കേസിലാണെങ്കിൽ ഈ കേസാണെങ്കിൽ വളരെ സിമ്പിളാണ്. ഞാൻ ഒരാൾ വന്ന് ചോദിച്ചു, എനിക്ക് സംശയം തോന്നി, ജൂപ്പിറ്റർ ജൂപ്പിറ്ററുടെ വീനസിലാണോ കല്യാണം നടക്കുന്ന സംശയം തോന്നി. കാര്യം ഇയാളുടെ 7ൽ മെർക്കുറി നിൽക്കുന്നുണ്ട്, പക്ഷേ വീനസ് 7ാം ഭാവാധിപനാണ്, അല്ലെങ്കിൽ നാച്ചുറലി വിവാഹകാരകനാണ്. അപ്പോൾ ഞാൻ ഇപ്പോഴത്തെ സമയം എടുത്തു, ഇപ്പോഴത്തെ ട്രാൻസിറ്റ് എടുത്തപ്പോൾ എനിക്ക് ലഗ്നം ഇവിടെ കിട്ടി അല്ലേ? ലഗ്നം ഇവിടെ കിട്ടിയപ്പോൾ എനിക്ക് 7ാം ഭാവം ഏത് കിട്ടി? ഇടവം കിട്ടി. ഇടവത്തിൻ്റെ അധിപനാരാ? വീനസ്. അപ്പോൾ ഏത് ദശയിലായിരിക്കും കല്യാണം നടക്കണേ? ജൂപ്പിറ്റർ വീനസിലായിരിക്കും. നമ്മൾ നിമിത്തം നോക്കുന്ന പോലെ ഇത് പെട്ടെന്ന് നോക്കാൻ പറ്റിയ ഒരു ഇതാ. അതേസമയം ഇപ്പോൾ ഒരാൾ ഒന്ന് പറയണതാണ് അയാൾക്ക് വിദേശത്ത് പോകണം എന്ന് അയാൾ പറയണം. അപ്പോൾ നമ്മൾ നോക്കണം, അയാളുടെ ദശയിൽ ഇങ്ങനെ കുറേ ആസ്പെക്റ്റ് ഉണ്ട്. മെർക്കുറി ഉണ്ട്, വീനസ് ഉണ്ട്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. നമ്മൾ ഇപ്പോഴത്തെ ട്രാൻസിറ്റ് എടുത്തിട്ട് അതിൽ ഇയാളുടെ 12ാം ഭാവാധിപനായിട്ട് ആരാണ് ബന്ധം വരുന്നത് നോക്കുക. ഇയാളുടെ 12ാം ഭാവം കൊണ്ടാണല്ലോ. 12ാം ഭാവവും പിന്നെ വേറൊരു ഭാവം കൂടിയുണ്ട്. ഏതാ? 9 അല്ലേ? ഇല്ല, 9ആണോ? 7, 8, 9. ഈ 9ഉം 12ഉമായിട്ട് ഏതാണോ അയാളുടെ അന്തർദശയിൽ വരുന്ന പ്ലാനറ്റിന് ബന്ധം നോക്കുക. ആ പ്ലാനിൻ്റെ കാലത്തായിരിക്കും ഇയാൾ വിദേശത്ത് പോകണം. ഇത് നമ്മൾ ഈ പ്രശ്നം നോക്കൂലേ? പ്രശ്നത്തിൽ എന്താ ചെയ്യണത്? എല്ലാം കൂടി എടുത്ത് വയ്ക്കും, എന്നിട്ട് 4 വെച്ച് മാറ്റും. അവസാനം എത്ര കവടി വരും അതിനനുസരിച്ച് അത് ആ രാശിയിൽ വയ്ക്കും. ആ രാശിയായിട്ടുള്ള ബന്ധം നോക്കിയിട്ടാണ് ഫലം പറയണേ. അതേപോലെ തന്നെ നമുക്ക് ട്രാൻസിറ്റ് ഉപയോഗിക്കാം. എന്നോടിപ്പോൾ ചോദിക്കുന്നു, നമ്മൾ അവരുടെ ദശ ആദ്യം എടുക്കണം. ഇപ്പോൾ ഒരാൾ വന്നിട്ട് ചോദിക്കുകയാണ്, എനിക്ക് വിദേശത്ത് പോകാൻ സാധ്യത ഉണ്ടോ എന്ന് നോക്കുമ്പോൾ നമ്മൾ അയാളുടെ ചാർട്ട് എടുത്ത് നോക്കി, അയാൾക്ക് ഏത് ദശാകാലം നോക്കി, അയാളുടെ ദശാകാലത്ത് അയാളുടെ അന്തർദശയിൽ അയാൾക്ക് എന്തെങ്കിലും ബന്ധം വേണം. അയാൾക്ക് 9ാം ഭാവാധിപനായിട്ടോ 12ാം ഭാവാധിപനായിട്ടോ അങ്ങനെ എന്തെങ്കിലും ബന്ധം വേണം. ചിലപ്പോൾ ലഗ്നാധിപനായിട്ടായിരിക്കും ബന്ധം. ലഗ്നാധിപൻ പോയി നിൽക്കുന്ന 6ലോ 8ലോ 12ലൊക്കെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അയാൾ വിദേശത്ത് പോകാമല്ലോ. അങ്ങനെ അതുമായിട്ട് ബന്ധമുണ്ടോ എന്ന് നോക്കണം. ബന്ധമുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം നമുക്കൊരു കൺഫ്യൂഷൻ വരികയാണ്, അതിലേത് കാലത്ത് ഇയാൾ പോകും. അത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ആ സമയത്തെ ട്രാൻസിറ്റ് എടുത്തിട്ട് ആ 12ാം ഭാവം അല്ലെങ്കിൽ 9ാം ഭാവമായിട്ട് ഏതാണോ അതിൽ കാണുന്ന അയാളുടെ അന്തർദശയിലുള്ള ഏത് പ്ലാനറ്റാണോ ബന്ധം പുലർത്തുന്നത് ആ പ്ലാനറ്റ് വെച്ചിട്ട് ഫലം പറയാൻ പറ്റും. ഇത് സാധാരണ നമ്മൾ നിമിത്തം നോക്കുന്ന പോലെ. ഇത് ആരാന്നറിയോ? ഇതിൻ്റെ ആരാന്നറിയോ? രാഹുൽ കൗശികിൻ്റെ സാധനം. രാഹുൽ കൗശിക് എന്ന് പറഞ്ഞൊരു ആസ്ട്രോളജറുണ്ട്. അതാ, അത് നമുക്ക് ട്രസ്റ്റ് ചെയ്യാം. കാര്യം കെ എൻ റാവുവിൻ്റെ ശിഷ്യനായിരുന്നു പുള്ളി. അതുകൊണ്ട് വിശ്വസിക്കാം. കെ എൻ റാവു സാറ് ഫലം പറയണത് എങ്ങനെയാണെന്നറിയോ? കെ എൻ റാവു സാറ് ഫലം പറയണത് ഇതിങ്ങനെ ചാർട്ട് എടുക്കും, എന്നിട്ട് ഒന്നുമില്ല, ഈ പറഞ്ഞ പോലെ നമ്മുടെ ലഗ്നം ഏതാന്ന് നോക്കും, നമ്മുടെ ലഗ്നം ഇവിടെ നിർത്തും, ബാക്കിയെല്ലാം ട്രാൻസിറ്റിലെ പ്ലാനറ്റ് അങ്ങ് വിരിക്കും. ഒറിജിനൽ ലഗ്നം വെക്കും. ലഗ്നം വെച്ചിട്ട് ആ ട്രാൻസിറ്റിലെ പ്ലാനറ്റ്. ചന്ദ്രനൊന്നും വെക്കില്ല. ചന്ദ്രനെ എന്ന് വെച്ചാൽ മൈൻഡാണല്ലോ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യണത്.
ലഗ്നം എന്ന് പറയുന്നതാണ് നമ്മൾ കുറച്ചുകൂടി ഫിസിക്കലായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അത് നോർത്തിൽ ഇവർ ഇങ്ങനെ ചെയ്യണത്. ലഗ്നം വെച്ചിട്ട് ആ ട്രാൻസിറ്റിലെ പ്ലാനറ്റ് അങ്ങ് അടയാളപ്പെടുത്തും, എന്നിട്ടങ്ങ് ഫലം പറയും. വർക്കാവും, വർക്ക് ചെയ്യും, ശരിക്കും വർക്ക് ചെയ്യും. ശരിക്കും വർക്ക് ചെയ്യും. കേട്ടില്ല. റൂളിംഗ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഭാവാധിപനല്ലേ? ആ, രാശ്യാധിപനെ പറ്റിയല്ലേ പറഞ്ഞത്? ആ സിസ്റ്റം എനിക്കറിയില്ല. ഓക്കെ, ഇതേപോലെ തന്നെ ഈ മൂണിൻ്റെ ഏത് ചാർട്ടിൽ നിന്നാലും ഈ പറഞ്ഞ പോലെ ഫലം കിട്ടാത്ത വേറൊരു അവസ്ഥയും കൂടി ഉണ്ട്. ഫലം കിട്ടുന്നതും കിട്ടാത്തതുമായ ഒരവസ്ഥ. അതാണ് നമ്മൾ നവതാര സിസ്റ്റം എന്ന് പറഞ്ഞിട്ടൊരു സംഭവം പഠിച്ചായിരുന്നു. ഓർക്കുണ്ടോ? നവതാര, അതായത് നമ്മൾ ജനിച്ച നക്ഷത്രം, ജനിച്ച നക്ഷത്രം 1 എത്രയും 10 19 കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തെറ്റിപ്പോയതാ. ഓർക്കുണ്ടോ? ജന്മതാര. ഇത് അനുജന്മ നക്ഷത്രങ്ങളാ. 1 10 19 ഓർമ്മയില്ലേ? 2 11 20 ഓർക്കുണ്ടോ? അപ്പൊ ഇതിനെന്താ പറയണേ? ഇതിനെ ജന്മനക്ഷത്രം എന്നാ പറയണത് അല്ലേ? ഇത് സമ്പത്ത് എന്നാ പറയണത്, ഇത് വിപത്ത് എന്നാ പറയണത്. ഓർക്കണ്ടത്? ഓർക്കണ്ട? ഓർക്കണല്ല? ഇത് പ്രത്യാരി എന്ന് പറയും, പ്രത്യക് എന്നും പറയും കേട്ടോ. പ്രത്യേകം എന്നും പറയും. പിന്നെ ഏതാ? സാധനയല്ലേ? പിന്നെ ഏതാ? നൈതനാണോ? 7ആയോ? 1 2 3 4 5 6 7ആയി. നൈതന, നൈതന അഥവാ വധ കേട്ടോ. പിന്നെ മിത്ര, അതിമിത്ര. മൂന്ന് 4 5 6 7 8 9 ഓർക്കണ്ടോ? 13 14 15 16 17 18 21 22 23 24 25 26 27. അതിമിത്ര, അതിമിത്ര. ഇത് ട്രാൻസിറ്റിൽ ഉപയോഗിക്കും. അതായത് നമ്മുടെ നറ്റാൾ 3 എവിടെയാണ് നിൽക്കണേന്ന് നോക്കുക. ചന്ദ്രൻ നിൽക്കുന്ന നക്ഷത്രം നമ്മുടെ നക്ഷത്രം നോക്കുക, നമ്മുടെ നക്ഷത്രം ജന്മനക്ഷത്രം. ആ ജന്മനക്ഷത്രത്തിൽ നിന്ന് ഈ കോമ്പിനേഷനിലോ ആണ് പ്ലാനറ്റ് നിൽക്കുന്നതെങ്കിൽ, നക്ഷത്രത്തിലാണ് പ്ലാനറ്റ് നിൽക്കുന്നതെങ്കിൽ റിസൾട്ട് ഇല്ല. കേട്ടില്ല? അതെനിക്കറിയില്ല കേട്ടോ. ചില എടുക്കും അല്ലേ? അറിയില്ല. നല്ല എടുക്കുമായിരിക്കും. കാര്യം പൊതുവെ അങ്ങനെയാണല്ലോ. അതായത് ആ ഗ്രഹം നിൽക്കുന്ന നക്ഷത്രത്തിൻ്റെ 3 5 7 നക്ഷത്രങ്ങൾ എന്തായാലും ആ കോൺസ്റ്റലേഷൻസ് തമ്മിൽ യോജിക്കില്ല. അപ്പോൾ പിന്നെ ആ പ്ലാനറ്റ്, മഹാദശയിലെ പ്ലാനറ്റ് നിൽക്കുന്ന 3ാമത്തെ നക്ഷത്രത്തിലാണ് അന്തർദേശയിലെ പ്ലാനറ്റ് നിൽക്കുന്നതെങ്കിൽ അങ്ങനെ എടുക്കുന്നുണ്ടോ? അതറിയില്ല. ഞാൻ വേറൊരു എക്സെപ്ഷൻ കേട്ടോ. നൈതനധാര വരികയാണ്, പക്ഷെ അത് 9ാം ഭാവത്തിലാണ് എത്ര ദോഷം ചെയ്യാൻ. എവിടെന്നാണെന്നും അത് 7ാമത്തെ താരയാണ്, പക്ഷെ ലഗ്നവശാൽ 9ാം ഭാവത്തിലാണ് എത്ര ദോഷം ചെയ്യാൻ. അതുണ്ടാവും, എക്സെപ്ഷൻസ് എന്തായാലും ഉണ്ടാവുമല്ലോ ഇതല്ലേ? എക്സെപ്ഷൻസ് ഉണ്ടാവും. കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ പറഞ്ഞ പോലെ ജാതകത്തിൽ നല്ല ഫലമാണ് തരുന്നതെങ്കിലേ, പ്ലാനറ്റ് തരുന്നതെങ്കിലേ കുറച്ചൊക്കെ എഫക്റ്റ് ന്യൂട്രലായി പോകുന്നല്ലേ ഉള്ളൂ, അല്ലാണ്ട് കംപ്ലീറ്റ് മോശം വരത്തില്ലല്ലോ. അപ്പോൾ ഇങ്ങനൊരു കൺസെപ്റ്റും കൂടി ഉണ്ട്. അതായത് ലഗ്നചന്ദ്രനിൽ നിന്നും, ലഗ്നചന്ദ്രൻ നിൽക്കുന്ന നക്ഷത്രത്തിൽ നിന്നും ഗോചരത്തിലുള്ള ഗ്രഹം നിൽക്കുന്ന നക്ഷത്രം ഇത്തരത്തിലുള്ള ഫലങ്ങളാണ് തരുന്നത്. അതായത് ഏറ്റവും നല്ല റിസൾട്ട് തരുന്നത് ബാക്കിയുള്ള ഇതിലും മോശം തരുന്നത് ഈ കോമ്പിനേഷൻ വിപത്തിലും
പ്രത്യാരിയിലും വധ, ഈ കോമ്പിനേഷൻ ഉണ്ടല്ലോ, ഈ നക്ഷത്ര സമൂഹങ്ങളിൽ നിൽക്കുന്ന പ്ലാനറ്റ് പോസിറ്റീവ് റിസൾട്ട് തരില്ലെന്നാണ് പറയാറ്. ആ പ്രത്യാരിയുടെ അർത്ഥം എന്താണ്? ഒബ്സ്ട്രക്ഷൻ, വിപത്ത് എന്ന് പറഞ്ഞാൽ ആ മലയാള അർത്ഥം തന്നെ. ആ ഇത് എനിമി എന്നല്ലേ അല്ലേ? ശത്രുവാണ്, ശത്രു. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണമാണ്, ഡിസ്ട്രക്ഷൻ ആൻഡ് ഡെത്ത്. ജന്മനക്ഷത്രം നമ്മുടെ സ്വന്തം നക്ഷത്രമല്ലേ, അതെപ്പോഴും നമുക്ക് നല്ലത് തന്നെയാണല്ലോ. പക്ഷെ അതിനേക്കാൾ നല്ലതാണെന്ന് പറയണേ ഇത്. സാധകം എന്താ എഴുതിയേക്കണേ? സക്സസ് അല്ലേ, വിജയമല്ലേ, വിജയം, സാധിക്കുക, ഇത് ക്ഷേമം, അത് തന്നെ കേട്ടാ മനസ്സിലാവും. സമ്പത്ത്, രണ്ട്, മിത്രോ അതിമിത്രോ. അപ്പൊ മോശം താരയിൽ നിൽക്കുന്ന ഗ്രഹം നല്ല ഫലങ്ങൾ തരില്ല. ഈ പറഞ്ഞൊരു കാര്യം ഉണ്ട് കേട്ടോ, മഹാദശ അന്തർദശ നാഥന്മാർ മോശം താരയിലാണ് നിൽക്കുന്നതെങ്കിൽ നല്ല ഫലം തരില്ല. എഴുതിയിട്ടുണ്ട്, മറന്നുപോയി. ഏതാണ്? ആ അത് ഈ ടെക്സ്റ്റ്, നമ്മുടെ ടെക്സ്റ്റിലില്ല, ടെക്സ്റ്റിലില്ല. ആ ആ ഈ ചന്ദ്രനായിട്ട് ബന്ധപ്പെടുത്തി, അത് നമ്മുടെ നക്ഷത്രം, എൻ്റെ നക്ഷത്രം എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ നിൽക്കുന്നതാണല്ലോ, ആ നക്ഷത്രമായിട്ട് ബന്ധപ്പെടുത്തി. ഞാനിപ്പോൾ രോഹിണി നക്ഷത്രമാണ്, അപ്പോൾ എൻ്റെ 27ാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക ആയിരിക്കുമല്ലോ, അത് എനിക്ക് മുമ്പുള്ള നക്ഷത്രം. അങ്ങനെ മനസ്സിലായോ? ഞാനിപ്പോൾ രോഹിണിയാണെങ്കിൽ രോഹിണി, ഇത് അത്തം വരും, തിരുവോണം വരും. അങ്ങനെ ഈ പൊരുത്തം നോക്കുമ്പോൾ വ്യത്യാസം വരും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 27ാമത്തെ നക്ഷത്രം അത് കാർത്തികയില് 108ാം പാദമൊന്നും യോജിക്കത്തില്ലല്ലോ. മനസ്സിലായോ? ഏതാണ്? അതെന്താ? അത് ഇതുമായിട്ട് എന്താ ബന്ധം? ഇതുമായിട്ട് എന്താ ബന്ധം സാറേ? ഞാൻ വിചാരിച്ചു ഇതിലത് കാണാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ നമ്മൾ പഠിക്കണമല്ലോ. ആ ഓക്കെ ഓക്കെ. ഇപ്പോൾ നമ്മൾ സാർ മുമ്പ് പറഞ്ഞു ലഗ്നവശാലും ട്രാൻസിറ്റ് നോക്കാം. അപ്പൊ ലഗ്നവശാലും ട്രാൻസിറ്റ് നോക്കുന്നെങ്കിൽ നമ്മൾ വേദം നോക്കുമോ? ഏതാണ്? ഇല്ല 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 ഇല്ല, അതൊക്കെ ചന്ദ്രനെ വെച്ച് മാത്രമേ പറയുന്നുള്ളൂ. ലഗ്നവശാലും നമ്മൾ അവിടെ എവിടെയും പറഞ്ഞ് കാണുന്നില്ല. കാര്യം അങ്ങനെയാണെങ്കിൽ ആരെങ്കിലും പറയണം, ആരെങ്കിലും പറഞ്ഞിട്ടില്ല ഇതുവരെ. നോർത്തിൽ ചന്ദ്രനെ വെച്ച് ഫലം പോലും പറയുന്നില്ല. പക്ഷെ അവർ പറയുന്നത് കറക്റ്റാണ്, ആക്യുറേറ്റ് ആണ്. കെ എൻ റാവു സാറ് ഈ ചന്ദ്രനെ വെച്ചുള്ള ഫലത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. പുള്ളി പറയണത് പുള്ളിക്ക് ഒരു ഉറപ്പില്ലെന്നാണ് പറയണത് ചന്ദ്രനെ വെച്ച് പറയുന്നതിൽ. കാര്യം ചന്ദ്രൻ വളരെ ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ളൊരു പ്ലാനറ്റ് അല്ലേ, ഭയങ്കര സ്പീഡായിട്ട് മൂവ് ചെയ്യുന്ന ഒരു പ്ലാനറ്റ് ആയതാണ്. ചന്ദ്രനെ വെച്ച് ഫലം പറയുന്നതിലോട് പുള്ളിക്ക് അധികം യോജിപ്പില്ല. പുള്ളി കൂടുതലും ചെയ്യുന്നത് ലഗ്നം വെച്ചിട്ട് ആണ് ചെയ്യുന്നത്. കണ്ടകശിനെയൊക്കെ ബാധിക്കുന്നുണ്ട്. അതിന് ഒരു ലഗ്നവും വേണ്ട, ഒരു ചന്ദ്രനും വേണ്ട. അതെന്താണെന്നറിയോ? ഈ ട്രാൻസിറ്റിലെ എല്ലാ പ്ലാനറ്റ് ഇൻഫ്ലുവൻസ് ചെയ്യും. അതായത് ട്രാൻസിറ്റിൽ ഇപ്പം നിങ്ങളുടെ ജാതകം എടുക്കുന്നു, നിങ്ങളുടെ ജാതകത്തിൽ ഈ പറഞ്ഞ പോലെ ചന്ദ്രൻ്റെ മേളിൽ ശനി വരിക, അല്ലെങ്കിൽ സൂര്യൻ്റെ മേളിൽ ഈ പറഞ്ഞ പോലെ ആര് വരിക, മൂണിൻ്റെ മേളിൽ സൂര്യൻ വരിക. മൂണിൻ്റെ മേളിൽ സൂര്യൻ വന്നാൽ ആ സമയത്ത് അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പക്ഷേ അമ്മയ്ക്ക് നേട്ടങ്ങളാണ്, അമ്മയ്ക്ക് ഏണിങ്സ് ഉണ്ടാവും, അങ്ങനെ ഒരുപാട് നേട്ടങ്ങളുണ്ട്. അതായത് ട്രാൻസിറ്റിലെ പ്ലാനറ്റുകൾ നമ്മളുടെ നെറ്റാൽ ചാർട്ടിലെ പ്ലാനറ്റുകളായിട്ട് ബന്ധം വരുന്നുണ്ടെങ്കിൽ എഫക്റ്റ് ഉണ്ടാവും. ഒരു ട്രാൻസിറ്റിൽ അതിന് ഏത് പ്ലാനറ്റിൻ്റെ മേളിലും ഒന്ന് വർക്ക് ചെയ്യണമല്ലോ. ഇപ്പം ഞാൻ പറയട്ടെ, സ്ത്രീകളുടെ മെൻസ്ട്രുവൽ സൈക്കിളില്ലേ, മെൻസ്ട്രുവൽ സൈക്കിള് അതെങ്ങനെയാണ് പറയണമെന്ന് പറഞ്ഞാൽ, ഈ എപ്പോഴാണോ മാഴ്സിൻ്റെ മേളിൽ മൂൺ ട്രാൻസിറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മാഴ്സ് നിൽക്കുന്ന രാശിയിൽ മൂൺ ആസ്പെക്റ്റ് ചെയ്യുന്നത്, ആ സമയത്തായിരിക്കും ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്ത്രീയുടെ മെൻസ്ട്രുവൽ സൈക്കിള്. ഇതെപ്പോഴും അങ്ങനെ ആയിരിക്കും. ഒരു വേറെ ഒന്നും വേണ്ട, ഇതിൽ ലഗ്നവും ഇതൊന്നും നോക്കണ്ട. അതേപോലെ തന്നെ എപ്പോഴാണോ നിങ്ങളുടെ
മൂണിൻ്റെ മേളിൽ സൺ ട്രാൻസിറ്റ് ചെയ്യുന്നത്, ആ സമയത്ത് അമ്മയ്ക്ക് നെയിം ഫെയിം ഉണ്ടാവും, പേരും പ്രശസ്തി ഉണ്ടാകാം, ഏണിങ്സ് ഉണ്ടാകാം, ഒരുപാട് കാര്യങ്ങളുണ്ടാകും. അതൊരു സിസ്റ്റർ ഉണ്ടെങ്കിൽ ഇതിൽ മൂൺ നേറ്റൽ ചാർട്ടിലാണ്, സൺ ട്രാൻസിറ്റ് ആണ്. നമ്മുടെ നേറ്റൽ ചാർട്ടിലെ എല്ലാ പ്ലാനറ്റുകളെയും ട്രാൻസിറ്റ് പ്ലാനറ്റ് ബാധിക്കുന്നുണ്ട്. ഏത്? സൺ വരും, പക്ഷെ കുറച്ച് ദിവസമേ ഉള്ളൂ, 30 ദിവസമേ ഉള്ളൂ. അമ്മയ്ക്ക് ചിലപ്പോൾ കുടുംബശ്രീന്ന് ലോൺ കിട്ടിയിട്ടുണ്ടാവും, അത്ര ഉണ്ടാവുള്ളൂ. സാറ്റേൺ കുറേ നാൾ നിൽക്കുമല്ലോ, കുറേ നാൾ നിൽക്കും. അതെല്ലാ പ്ലാനറ്റിനെ വെച്ചും പറഞ്ഞു. ഞാൻ ഇപ്പോൾ മൂൺ മാറ്റിക്കോ, സാറ്റേണിന് മുകളിൽ ട്രാൻസിറ്റ് വന്നു, സണ്ണിന്റെ ട്രാൻസിറ്റ് വന്നു, എന്ത് പറ്റും? ഗവൺമെന്റായിട്ട് പ്രശ്നം ഉണ്ടാവും, ഉറപ്പായിട്ടുണ്ടാവും. അതേസമയം സാറ്റേണും സണ്ണും ഇയാളുടെ ജാതകത്തിൽ പോസിറ്റീവ് ആണെങ്കിൽ ഇയാൾക്ക് സ്ട്രഗിൾ ഉണ്ടായെങ്കിലും അൾട്ടിമേറ്റ്ലി ഇയാൾക്ക് പേരും പ്രശസ്തിയും അധികാരവും പണവും എല്ലാം കിട്ടും. എല്ലാം കിട്ടും ഇയാൾക്ക്. കാര്യം എന്താ? സാറ്റേണും സണ്ണും വെൽ പ്ലേസ്ഡ് ആണെങ്കിൽ. അതേപോലെ നമ്മുടെ ജാതകത്തിലെ നെറ്റാൽ പ്ലാനറ്റിനെ എല്ലാത്തിനെയും ട്രാൻസിറ്റ് പ്ലാനറ്റ് ഇൻഫ്ലുവൻസ് ചെയ്യും. അല്ല, ഞാനിവിടെ പറഞ്ഞത് ഇതിന്റെ ഓവർലാപ്പ് ചെയ്യണതാ. തിരിച്ചും വരും. അതേപോലെ ഇങ്ങനെ എഫക്ട് ചെയ്യും വേണമെങ്കിൽ. അതായത് സൺ ഇവിടെ ആണെങ്കിലോ ട്രാൻസിറ്റിൽ ആസ്പെക്ട് ചെയ്യുമല്ലോ, 7th ആസ്പെക്ട് ഉണ്ടല്ലോ, ട്രാൻസിറ്റിൽ ആസ്പെക്ട് ഉണ്ട്. അതായത് കല്യാണം പറയണ എങ്ങനെയാ, വിവാഹം പറയണ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചാർട്ടിൽ ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പോൾ ഒരു സ്ത്രീ എപ്പോഴാണ് അവർക്ക് ഗർഭിണിയാവുന്നത് അല്ലെങ്കിൽ പ്രസവിക്കുന്നത് അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ എന്തുണ്ടാകും എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ വൃശ്ചിക രാശിയിലുള്ള ഒരു സ്ത്രീയാന്ന് വിചാരിക്കുക. ഇപ്പം ശനി ഇവിടെയല്ലേ, ഇനി മിഥുനത്തിലോട്ട് ആര് പോവും? വ്യാഴം പോവും, ഗുരു പോവും അല്ലേ? ഈ കോമ്പിനേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് മനസ്സിലായ? ഇവിടെ 5-ൽ 5 ബന്ധം വരുത്തിയത് ആരാ? ഗുരുവിന് 5 ആസ്പെക്ട് ഉണ്ടോ? ഈ സമയമാണ് ഇവർ കൺസീവ് ചെയ്യാൻ പറ്റിയ സമയം. മനസ്സിലായ കാര്യം? 5-ൽ ശനിയും വന്നു, ഗുരുവും വന്നു. ശനിയുടെ ആണ് കാർമിക് സാങ്ഷൻ കിട്ടണമെങ്കിൽ ശനി വേണം, ഗുരുവാണ് ബ്ലെസ്സിങ്, ഡിവൈൻ ബ്ലെസ്സിങ് വേണമെങ്കിൽ ഗുരു വേണം. ഇതിനാണ് ഡബിൾ ട്രാൻസിറ്റ് എന്ന് പറയുന്നത്. എന്ത് കാര്യവും നടക്കണമെങ്കിൽ 2 പേരുടെ സാങ്ഷൻ വേണം. ഒന്ന് സാറ്റേൺ, മറ്റേത് ഗുരു. ഗുരുവിന്റെ ദൃഷ്ടിയും സാറ്റേണും വേണം, ഗുരുവും വേണം. ഇവർ രണ്ടുപേരും കൂടി പെർമിഷൻ കിട്ടിയാൽ മാത്രമേ ഈ സംഭവം നടക്കുള്ളൂ. അത് നോക്കണ്ട, അത് വേറെ ഉണ്ടാവും. പക്ഷേ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുട്ടി ഉണ്ടാവണമെങ്കിൽ മാരേജിനും ഈ പറയുന്ന സാറ്റേണാണ് മാരേജ് ഡിലേ ചെയ്യണേ നമ്മൾ പറയണേ. പക്ഷേ ഇപ്പം ഇവിടെ വീനസ് നിൽക്കുകയാണെന്ന് വിചാരിക്കുക, ഇയാളുടെ വിവാഹം നടക്കുമോ നടക്കില്ല ഈ സമയത്ത് ഞാൻ ഈ പറയുന്ന കോമ്പിനേഷനിൽ, അത് ഈ മാസമല്ല, ഈ ഗുരു ഇങ്ങോട്ട് ട്രാൻസിറ്റ് ചെയ്യുമ്പം ഇയാളുടെ വിവാഹം നടക്കും, ഡെഫിനറ്റ് നടക്കും. എന്തുകൊണ്ടാണെന്നറിയുമോ? ഒന്ന് വ്യാഴത്തിൻ്റെ ദൃഷ്ടി, ശനിയുടെ പെർമിഷൻ, പിന്നെ ഇത് ആരാണ്? 7ാം ഭാവാധിപൻ ആരാ? ശുക്രനാണ്. അതുകൊണ്ട് ഇയാളുടെ വിവാഹം ഈ സമയത്ത് തീർച്ചയായിട്ടും നടക്കും. എഴുതി കൊടുക്കുക നടക്കും. എന്ത് കാര്യം നടക്കണമെങ്കിലും 2 പേരുടെ പെർമിഷൻ വേണം. ഒന്ന് കാർമിക്കായിട്ടുള്ള പിൻബലം വേണം, അതിനാണ് ഈ സാറ്റേൺ. പിന്നെ 2 മോളിൽ നിന്ന് ഒരാളുടെ പെർമിഷൻ കൂടി വേണം. ഇത് രണ്ടും, അത് എന്തിനും പറയാം നിങ്ങൾക്ക്. ഈ പറയണ പോലെ ഒരു കുട്ടി ജനിക്കുന്ന കാര്യം നോക്കുകയാണെങ്കിൽ എടുക്കുക, 5ാം ഭാവം എടുക്കുക. 5ാം ഭാവമായിട്ട് ബന്ധമുണ്ടോ, 5ാം ഭാവാധിപനായിട്ട് ബന്ധമുണ്ടോ? ഓക്കെ, നമ്മൾ ഇതിൽ നോക്കി, ലഗ്നത്തിൽ നോക്കി, ഇത് ശനിയുടെ ബന്ധം മാത്രമേ ഉള്ളൂ, ഗുരുവിൻ്റെ ബന്ധമില്ല. ഓക്കെ, ഉടനെ തന്നെ നവാംശ ചാർട്ട് കൂടി എടുത്തു നോക്കുക. നവാംശ ചാർട്ടിൽ ഈ 5ാം ഭാവാധിപനായിട്ട് എന്തെങ്കിലും ബന്ധം ഗുരുവിനുണ്ടോ എന്ന് നോക്കുക, മതി. ആ ഇൻസിഡന്റ് നടന്നിരിക്കും. അതേപോലെ തന്നെ ഇപ്പോൾ വിവാഹത്തിൻ്റെ നോക്കാം, ഫോറിൻ ട്രാവൽ, ഒരാൾക്ക് 9ാം ഭാവം 12ാം ഭാവത്ത് ഫോറിൻ ട്രാവൽ നമുക്ക് നോക്കാം, എല്ലാം നോക്കാം. ധനം കിട്ടുന്നത്, പൈസ വരുമാനം കിട്ടുന്ന കാര്യം രണ്ടെടുത്ത് നോക്കാം. 10ാം ഭാവം ജോലി കിട്ടുന്ന കാര്യം നോക്കാം. 10ാം ഭാവമായിട്ട് ശനിക്കും ഏത് 2ാം ഭാവമായിട്ട് ഇതല്ലേ 2ാം ഭാവാധിപൻ അല്ലേ? ഈ 2ാം ഭാവാധിപനായിട്ട് ഭാവാധിപനായിട്ടോ ഭാവവുമായിട്ടോ എന്തെങ്കിലും ബന്ധം മതി.
അത് തന്നെ ശനിയുടെയും ഗുരുവിൻ്റെ ആസ്പെക്ട് ഉണ്ടെങ്കിൽ കൺഫേമാണ്. കാര്യം അത് ഒരു ഡബിൾ ട്രാൻസിറ്റ് എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിളാണ്. അത് വെച്ചിട്ട് അവർക്ക് സാങ്ഷൻ കിട്ടിക്കഴിഞ്ഞു. അവരുടെ കർമ്മബലവും ഉണ്ട്, ഈശ്വരാധീനവും ഉണ്ട്, രണ്ടും ഉണ്ട്. അപ്പോൾ പിന്നെ അവർക്ക് അതിൽ ഇതിനകത്ത് സാറേ ഞാൻ ഇപ്പം രണ്ടാം ഭാവം ചോദിച്ചപ്പോൾ എടുത്തതേ ഉള്ളൂ. സാറേ ഇങ്ങനെ കയറി പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പെട്ടുപോകും. ഏത് അല്ല ഇതിപ്പോൾ ഞാൻ ഇത് രണ്ടാം ഭാവം എന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറയണത് ഈ 2-ന്റെ 8 എന്നാണ് ചോദിക്കണേ. എന്ത് പറയാനാ ഞാൻ? ഇത് 9 അല്ല ശരിക്കും. ആ ആ ഗുരു ഇപ്പൊ ഗുരു ഇവിടെ അല്ലേ നിൽക്കണേ ട്രാൻസിറ്റില്. ഗുരുവിന് എങ്ങോട്ടൊക്കെ ദൃഷ്ടിയുണ്ട്? ഗുരുവിന്റെ 5, 7, 9 അല്ലേ? അപ്പം ഗുരുവിന് 1, 2, 3, 4, 5 ഇതിലോട്ട് ദൃഷ്ടിയുണ്ട്. 5-ലോട്ട് ദൃഷ്ടിയുണ്ട് ഉണ്ടല്ലോ. പിന്നെ 7-ലോട്ട് ദൃഷ്ടിയുണ്ട് ഉണ്ടല്ലോ. പിന്നെ 9-ലോട്ട് ദൃഷ്ടിയുണ്ട്. ആ അതേപോലെ തന്നെ ശനി ഇവിടെ തന്നെ നിൽക്കണമെന്നില്ല. ശനിയുടെ 3rd ആസ്പെക്ട് ശനിക്ക് അതെവിടെ ദൃഷ്ടി? 3-ലോട്ടുണ്ട്, 7-ലോട്ടുണ്ട്, 10-ലോട്ടുണ്ട്. 3-ാമത്തെ ദൃഷ്ടി, 7-ാമത്തെ ദൃഷ്ടിയോ 10-ാമത്തെ ദൃഷ്ടിയോ മതി. ഏതിലോട്ട്? ഈ 5-ാം ഭാവത്തിലോട്ട്. കുട്ടികളുടെ കേസ് നോക്കണമെങ്കിൽ വ്യാഴത്തിൻ്റെ ആയിക്കോട്ടെ, 5-ന്റെ 7-ന്റെ 9-ന്റെ ദൃഷ്ടി മതി. ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് വരികയാണെങ്കിൽ ആ ഇൻസിഡൻറ്റ് നടന്നിരിക്കും. ഉറപ്പുള്ള കേസാണ്, ഡെഫിനറ്റാണ്. അപ്പോൾ ഒന്നുകിൽ ഇതിൽ നോക്കുക, നവാംശത്തിലും കൂടി നോക്കുക. ഓക്കെ. അപ്പോൾ ഇതൊക്കെ നമ്മൾ പറയുന്നത് എന്ത് വെച്ചിട്ടാ? ലഗ്നം വെച്ചിട്ടാ. ഇവിടെ ആരും നമ്മൾ 3-ന് എടുക്കുന്നില്ല. ലഗ്നം വെച്ചിട്ടല്ലേ ഈ തിയറി മുഴുവൻ പറയണത്. പിന്നെ ലഗ്നത്തിന് എഫക്റ്റ് ഇല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതാണ് പറയണത്, ലഗ്നത്തിന് എഫക്റ്റ് ഉണ്ട്. ലഗ്നത്തിന് എഫക്റ്റ് ഉണ്ട്. ആ ലോട്ടറി അടിക്കണ പറയാൻ പറ്റും. അതെ തീർച്ചയായിട്ടും ലോട്ടറി. പക്ഷേ സാറ് നമ്മൾ ഈ നോക്കുമ്പോൾ ഇതും നോക്കണം, അയാൾക്ക് ലോട്ടറി അടിക്കാനുള്ള യോഗം ഉണ്ടോ എന്നും കൂടി നോക്കണം. അപ്പൊ സാറിന് എന്തൊക്കെ അനുകൂലം വേണം? സാറിന്റെ ഈ 2ഉം 11-ഉം തമ്മിൽ ഒരു ബന്ധം വേണ്ടേ? 11-ഉം 2, 9, 11 എന്തൊക്കെയാ നമുക്ക് പൈസ കൊണ്ടുവന്നിരുന്ന സ്ഥലങ്ങള്? ആ അധ്വാനിച്ച് പൈസ കൊണ്ടുതന്നെയാണെങ്കിൽ 6 പറയണം. അധ്വാനിക്കാതെ പൈസ കിട്ടുന്ന കാര്യമാണ് നമ്മൾ പറയുന്നത്. ആണോ? എങ്കിൽ പിന്നെ സാറ് നോക്ക്, സാറിന് ഈ പെർമിഷൻ കൂടി ഉണ്ടെന്ന് നോക്ക്. ആ സാർ ഈ പറയുന്ന ഗുളിക എന്നാ പിന്നെ സാറ് പോയി എടുക്ക്, അടിക്കുമായിരിക്കും. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞോ. ചന്ദ്രൻ നിൽക്കുന്നതും കൂടി നോക്കി പോയിട്ട് എടുക്കണേ. ഈ ചന്ദ്രൻ ഈ പറഞ്ഞ പോലെ നവതാരയിലൊക്കെ പോയി നിൽക്കണമെങ്കിൽ ആ ചന്ദ്രൻ ഇപ്പൊ ഇവിടെ നിൽക്കണേ. സാറുമായിട്ട് സാറിന് നക്ഷത്രമായിട്ട് ചന്ദ്രനുള്ള ബന്ധം. ആ സാറിന്റെ സമയം എന്താന്ന് പറയുമ്പോൾ ശനിദശയല്ലേ? ആ ശനിയിൽ കേതു എന്തിപ്പം ഇവിടെ അല്ലേ? ശരി. അപ്പൊ ഇതാണ് ഡബിൾ ട്രാൻസിന്റെ തിയറി കേട്ടോ. ലോട്ടറി കിട്ടിയ പൈസ ആരും കൊണ്ട് ആരും നന്നായിട്ടുണ്ടോ? ജിദ്ദോ ജിദ്ദുണ്ട്. ജാതകത്തിൽ നമുക്ക് ഫലം കിട്ടണമെങ്കിൽ എന്തൊക്കെ നമ്മളെ സഹായിക്കണം? ഒന്ന് യോഗം വേണം, വേണ്ടേ? പിന്നെ ഈ ദശ വരണ്ടേ? ദശ വേണം. പിന്നെ ഈ പറയുന്ന ട്രാൻസിറ്റ് വരുന്നുള്ളൂ. ഇത് 3ഉം വേണ്ടേ? യോഗം ഉണ്ടാവണം, ദശ വരണം, ട്രാൻസിറ്റ് വേണം. ഇത് 3ഉം വേണ്ടേ? ഇത് 3 ഉണ്ടായാലേ കാര്യമുണ്ടോ? പിന്നെ ഒരു കാര്യം കൂടി പറയാം. അതായത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും അഷ്ടകവർഗം എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കാണ്ട് പോയൊരു ലെസൺ ഉണ്ട്. അഷ്ടവർഗം അഷ്ടകവർഗം എന്ന് പറയും. ആ കൺസെപ്റ്റും കൂടി ഒന്ന് പറഞ്ഞേക്കാം. അതായത് ട്രാൻസിറ്റ് എങ്ങനെ ആയിക്കോട്ടെ, ഈ ഓരോ ചാർട്ടുണ്ട്. അപ്പോൾ സൂര്യാഷ്ടകവർഗം, കുജാഷ്ടകവർഗം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ അഷ്ടകവർഗത്തിന് ചാർട്ടുണ്ട്. അഷ്ടകവർഗത്തിൻ്റെ ചാർട്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യണമെന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിലും എടുക്കാം. ഓക്കെ. അത് വെച്ച് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ സൂര്യാഷ്ടകവർഗമാണെന്ന് വിചാരിക്കുക. എല്ലാം മഷി തീർന്നു.
ഇത് സൂര്യാഷ്ടക വർഗമാണെന്ന് വെറുതെ ഒന്ന് വിചാരിക്കുക കേട്ടോ. വെറുതെ വിചാരിക്കുക. അപ്പോൾ ഇങ്ങനെ ഓരോ രാശിക്ക് ഇങ്ങനെ പോയിന്റ് കൊടുക്കും. പോയിന്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം നമുക്ക് അടുത്ത ക്ലാസ്സിലുള്ള നോക്കാം. പരമാവധി കിട്ടാവുന്ന പോയിന്റ് 8 ആണ്. ഓക്കെ, അതായത് 8, 5, 4, 3, 7, 6 എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പോയിന്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് പറയാം. അങ്ങനെ പരമാവധി ഇങ്ങനെ പോയിന്റ് കൊടുക്കുന്നൊരു പരിപാടിയുണ്ട് സൂര്യൻ്റെ ആണെങ്കിൽ. അതേപോലെ തന്നെ ചന്ദ്രനുണ്ട് അഷ്ടകവർഗം. അങ്ങനെ ലഗ്നത്തിനുണ്ട് അഷ്ടകവർഗം. അപ്പം ലഗ്നവും ബാക്കി എത്ര ഗ്രഹങ്ങൾ? 7 ഗ്രഹങ്ങളും. ഓക്കെ, രാഹു കേതു എടുക്കുന്നില്ല. ലഗ്നവും 7 ഗ്രഹങ്ങൾക്കും ഇതേപോലത്തെ അഷ്ടകവർഗം എന്ന് പറഞ്ഞ ചാർട്ട് ഉണ്ട്. അത് മനസ്സിലാക്കുക. എങ്ങനെ കാൽക്കുലേറ്റ് നമുക്ക് അടുത്തെടുക്കാം. അഷ്ടകവർഗത്തിൽ ഒരു രാശിക്ക് കിട്ടാവുന്ന പരമാവധി പോയിന്റ് 8 ആണ്. 8 പോയിന്റാണ്. ഇത് സൂര്യാഷ്ടകവർഗം എന്ന് വിചാരിച്ചോ. ഇങ്ങനെയാണ് ഒരാളുടെ അഷ്ടകവർഗം നിൽക്കുന്നതെന്ന് വിചാരിക്കുക. ഇങ്ങനെയാണെങ്കിൽ ഇയാളെ സംബന്ധിച്ചിടത്തോളം സൂര്യൻ എത്ര നെഗറ്റീവ്, അതായത് നെഗറ്റീവ് ട്രാൻസിറ്റ് ആണെന്ന് വിചാരിച്ചോ, മോശം ഇതിലോട്ടാണ് പോകുന്നത്, അതായത് 3, 6, 11 പോകണം, വേറെ എന്തിലെങ്കിലോട്ടാണ് പോകുന്നതെന്ന് വിചാരിക്കും. ഈ രാശിയിലാണെങ്കിൽ ഇയാൾക്ക് എപ്പോഴും പോസിറ്റീവായിരിക്കും. അതായത് അതിൻ്റെ കൺസെപ്റ്റ് ഇതാണ്: 5 മാർക്കിൽ കൂടുതലാണെങ്കിൽ മനസ്സിലായ പോസിറ്റീവാണ്. 5 or more ആണെങ്കിൽ കേട്ടോ, 5 or more ആണെങ്കിൽ. 3-ൽ താഴെയാണെങ്കിൽ നെഗറ്റീവ്, ഇൻ ബിറ്റ്വീനാണെങ്കിൽ ന്യൂട്രൽ. അപ്പം ചിലർക്ക് ഈ പറഞ്ഞ പോലെ 7.5 ശനിയിൽ അവർക്ക് ഒട്ടും നെഗറ്റീവ് ഉണ്ടാവില്ല. കാര്യം എന്താണെന്നറിയോ, 7.5 ശനി ബാധിക്കുന്ന ആ രാശികളിൽ ശനിക്ക് ഈ പറഞ്ഞ പോലെ 8 പോയിന്റോ 7 പോയിന്റോ 6 പോയിന്റോ ഒക്കെ ഉണ്ടാവും. അപ്പം ശനി ആ രാശി കയറുമ്പോൾ പോസിറ്റീവ് റിസൾട്ട് മാത്രമേ തരുള്ളൂ. ഇത് എഫക്റ്റ് ചെയ്യില്ല. ശനി നല്ലതാണ്. അഷ്ടകവർഗത്തിൽ ഫേവറബിൾ ആയിട്ടുള്ള മാർക്കും കൂടി ഉണ്ടെങ്കിൽ ഹൈലി പോസിറ്റീവായിട്ട് മാറും. നമ്മൾ നേരത്തെ മൂർത്തിക്ക് പറഞ്ഞ പോലെ ട്രാൻസിറ്റ്. അപ്പോൾ രാശിയിൽ അതുകൂടി നോക്കണം. അഷ്ടകവർഗം എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഉണ്ട്. ഇനി ഇത് ഭിന്നാഷ്ടകവർഗം എന്നാണ് പറയണത്. ഇത് സാമുദായിക അഷ്ടവർഗം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ രവിയുടെ അഷ്ടകവർഗം പറഞ്ഞല്ലോ, അതേപോലെ ചന്ദ്രനും ബുധനും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പം ചന്ദ്രനും ഇതേപോലെ ഈ ചാർട്ട് വരക്കുമ്പോൾ ഇവിടെ ഒരു പോയിന്റ് കിട്ടുമല്ലോ, പോയിന്റ് കിട്ടും. അപ്പം മേടൻ രാശിയിൽ വന്ന ആകെ പോയിന്റുകൾ, അതായത് സൂര്യൻ, ചന്ദ്രൻ, ബുധൻ അങ്ങനെ എല്ലാവർക്കും വന്ന് ടോട്ടൽ കൂട്ടുമ്പം ഒരു പോയിന്റ് കിട്ടും. അതിപ്പം ഒരു 35, അങ്ങനെ 38 എന്നൊക്കെ പറഞ്ഞിട്ട് 46 എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോയിന്റ് വരും. ഓക്കെ, ഇങ്ങനെ പോയിന്റ് വരികയാണെങ്കിൽ, ഈ സാമുദായിക അഷ്ടവർഗം വരികയാണെങ്കിൽ ഒരു 30-ന് മേളിലാണെങ്കിൽ ഏത് ഗ്രഹം വന്നാലും നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാവില്ല. കാര്യം ആ രാശി സ്ട്രോങ് ആണ്. ഒരു 24-ൽ താഴെയാണെങ്കിൽ ആര് വീക്കായി? രാശി വീക്കായി. മനസ്സിലായ? അപ്പോൾ ഒരു മോശം ട്രാൻസിറ്റുമാണ്, മോശം പ്ലാനറ്റുമാണ്. സാമുദായിക അഷ്ടവർഗത്തിന് ബലമില്ല, അതായത് രാശിക്ക് ബലമില്ലെങ്കിൽ അത് വളരെ മോശമായി പോയി. ഏത് അഷ്ടവർഗത്തിനാ അങ്ങനെ പറയുന്നുണ്ടോ? അതെനിക്കറിയില്ല കേട്ടോ. കാര്യം അതിൽ നമ്മൾ 1, 2 എന്നുള്ള എടുക്കുന്നേ ഇല്ല, രാശിനെ മാത്രമേ എടുക്കുന്നുള്ളൂ. ചിലപ്പോൾ പറഞ്ഞ് ശരിയായിരിക്കും, എനിക്കറിയാത്തതായിരിക്കും. നമ്മൾ രാശിയുടെ ബലം നോക്കണം. രാശി എത്രത്തോളം ഹൈലി പോസിറ്റീവ്, ഹൈലി പവർഫുൾ ആണെന്ന് നോക്കണേ. ആ രാശി അല്ല, അങ്ങനെയാണെന്ന് എനിക്ക് തോന്നണേ. അദ്ദേഹം ചോദിക്കുന്നത് 12-ാം ഭാവത്തിൽ അഷ്ടകവർഗം കുറവ്, വാല്യൂ കുറവ് വേണ്ടേന്ന്. അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഇത് ഒരു രാശിയിലെ ആകെ ബലമാണ്. അതായത് സൂര്യനും ലഗ്നവും, സൂര്യൻ തൊട്ടുള്ള 7 ഗ്രഹങ്ങളും ഇതിലോ ഭിന്നാഷ്ടകവും സമുദായാഷ്ടകവും അതെനിക്ക് അറിയില്ല കേട്ടോ. അങ്ങനെ ഉണ്ടോയെന്ന് അറിയില്ല. അതെനിക്കറിയില്ല, അതിനെക്കുറിച്ച് അറിയില്ല. ഞാൻ പൊതുവെ മനസ്സിലാക്കിയിരിക്കണം, ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവുമായിരിക്കാം, നമുക്ക് നോക്കാം. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, ഒരു രാശിയിൽ ഭിന്നാഷ്ടകവർഗം ഏതെങ്കിലും ഒരു പ്ലാനറ്റിന് കൂടുതലാണെങ്കിൽ, ആ പ്ലാനറ്റ് മോശമാണെങ്കിലും ആ പ്ലാനറ്റ് ആ രാശിയിൽ പോയി കഴിഞ്ഞാൽ നെഗറ്റീവ് റിസൾട്ട് തരില്ല. അതേപോലെ സാമുദായിക അഷ്ടവർഗം ആ രാശിക്കുണ്ടെങ്കിൽ ഏത് പ്ലാനറ്റ് അവിടെ പോയാലും, കാര്യം എല്ലാ പ്ലാനറ്റുകളും കൂടി നൽകുന്ന പോയിന്റാണത്. 7 പ്ലാനറ്റും ലഗ്നവും കൂടി നൽകുന്ന പോയിന്റുകളാണത്. അപ്പം ഏത് പ്ലാനറ്റ് അവിടെ വന്നാലും അവിടെ പവർഫുള്ളാണ്. അതായത് അവിടെ ഒരു ദോഷം ചെയ്യാൻ ആ പ്ലാനറ്റിന് സാധിക്കില്ല. അതുകൊണ്ട് അഷ്ടകവർഗത്തിൽ ബലം ഉണ്ടെങ്കിൽ ട്രാൻസിറ്റ് ഒന്നും എഫക്റ്റ് ചെയ്യില്ല എന്നാണ് പൊതുവെ പറയുന്നത്. ഞാൻ അങ്ങനെയാണ് കേട്ടേക്കുന്നത്.
വേറെ എന്തെങ്കിലും കൺസെപ്റ്റ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പിന്നെ ഈ പറയുന്ന പോലെ വിപരീത രാജ്യം എന്ന് പറഞ്ഞാൽ ഈസി വാക്ക് ഓവർ അല്ല കേട്ടോ. ഞാൻ ആദ്യം കരുതിയിരുന്നത് ഈ 6-ാം പാതിയും 8-ൽ പോയി 8-ാം പാതിയും 12-ൽ പോയി അതിന് നമ്മൾ പേരും കൊടുത്തിട്ടുണ്ട്. സരളയോഗം, വിമലയോഗം എന്നൊക്കെ പറഞ്ഞിട്ട് വിപരീത രാജ്യയോഗത്തിന് പേരുണ്ട്. അത് നമ്മൾ പെട്ടെന്ന് വിചാരിക്കും ഓ ഇതൊരു കൊള്ളാലോ സംഗതി പെട്ടെന്നാണല്ലോ എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല, ഇത് ഭയങ്കര സ്ട്രഗ്ലിംഗ് ആണ്. ഭയങ്കര സ്ട്രഗ്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രഗ്ലിംഗ് ആണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ എളുപ്പമുള്ള കാര്യമല്ല. അതിനേക്കാൾ നല്ലത് സാധാരണ രാജയോഗം. അതാണ് പുള്ളി പറഞ്ഞത്. അതാണ് ഇപ്പോൾ പുള്ളി അതാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞത്. അല്ല മാർക്ക് കുറവ് വേണമെന്ന് അദ്ദേഹം പറഞ്ഞത്. ഓക്കെ സ്ട്രഗിൾ ചെയ്ത് മുമ്പോട്ട് വരും അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് പോയിന്റ് കൂടുതൽ പാടില്ല, കുറവേ പാടുള്ളൂ എന്നാണ് പറഞ്ഞത്. എനിക്കറിയില്ല ഇതിനെക്കുറിച്ച്. അത് ശരിയായിരിക്കും. കാര്യം എന്ന് വെച്ചാൽ 11 ഗെയിൻ വേർഡ്, 12 ലോസസ് അല്ലേ. അതെപ്പോഴും അങ്ങനെ തന്നെയാണ്. അല്ലെങ്കിലും അത് ശരിയാ പറഞ്ഞത്. അപ്പോൾ 11 ബലം കൂടുതൽ വേണം. 12 ബലം കുറഞ്ഞും 11 ബലം കൂടിയിരിക്കണം, പോയിന്റ് കൂടിയിരിക്കണം. അല്ലെങ്കിൽ 12 പോകാൻ നേരത്ത് ആ കാശൊക്കെ പോവും. ആദ്യം അധ്വാനിക്കാതെ കാശ് കിട്ടുന്നതായിരിക്കും പാകിസ്ഥാൻ. ശരിയാണ്, ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനും കേട്ടിട്ടുണ്ട്, ഞാനത് കേട്ടിട്ടുണ്ട്. ശരിയാ, അതൊരുപാട് കേട്ടിട്ടുണ്ട്. അതായത് 10 പോയിന്റ് കുറവും 11 പോയിന്റ് കൂടുതലും ആണെങ്കിൽ അതിൻ്റെ അർത്ഥം കുറവ് അധ്വാനത്തിന് കൂടുതൽ പണം കിട്ടുന്ന. അതേസമയം 10 പോയിന്റ് കൂടുതലും ഇതിൽ കുറവാണെങ്കിൽ തിരിച്ചു അധ്വാനം കൂടുതലും ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. അങ്ങനെ കേട്ടിട്ടുണ്ട്. പൊതുവെ ഇതൊക്കെയാണ് ട്രാൻസിറ്റിലുള്ളത്. തീർന്നു, പിരിച്ചുവിട്ടു.